ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരുടെയും സ്നേഹവാക്കുകളും എല്ലാ കമൻസുകളും എല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നമസ്കാരം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പദയേ നമ. കിഷ്കിന്ധാകാന്ഡമാണ് വായിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ആധ്യാത്മരാമായണം കിളിപ്പാട്ട്. കിഷ്കിന്ധാകാന്ഡം. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃതി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമുക്ക് സമ്പാദ്യവാക്യമാണ് വായിക്കാനുള്ളത്. 19-ാം ദിവസം. നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ വായിച്ചത്? അംഗദൻ ഇങ്ങനെ വിഷമിച്ചു. സീതയെ കാണാതെ ചെന്നാൽ അവർ സുഗ്രീവനൊക്കെ വധിച്ചു കളയും. പ്രത്യേകിച്ച് ബാലിയിലുള്ള വിരോധം കൊണ്ട് അതിന് ഹനുമാൻ എല്ലാ സാന്ത്വനങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ശ്രീരാമഭഗവാൻ അത്രമാത്രം ഇഷ്ടമാണ് അംഗദനെ. എന്നിട്ട് അവർ ഗഹ്വരം ബുക്ക് ഉറങ്ങാൻ കിടന്നു. പുല്ലൊക്കെ വിരിച്ച് ദർഭ വിരിച്ച് അവരെല്ലാം കിടന്നു. അങ്ങനെ കൽപ്പിച്ചത് ഇങ്ങനെ നമ്മയെന്ന് ഓർത്തവർ അങ്ങനെ അവർ സുഖമായി ആ ഗുഹയില്ല ഗഹുരത്തിൽ അവിടെ ചെന്നിങ്ങനെ കിടക്കുന്നില്ല, നിരന്ന് കിടക്കുന്നു. അപ്പോൾ സമ്പാദ്യവാക്യം. സമ്പാദ്യം എന്ന് പറഞ്ഞത് ജഡായുവിൻ്റെ സഹോദരനാണ്. ജഡായുവിനെ അറിയാമല്ലേ? പക്ഷം ചിറകൊക്കെ രാവണൻ യുദ്ധം ചെയ്ത് ചിറക് ചന്ദ്രഹാസനോട് വെട്ടിക്കളഞ്ഞു. ഭഗവാൻ ശ്രീരാമൻ ചെന്നതിന് ശേഷം സീതയെ കൊണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞിട്ട് മരിച്ചോള് ഭഗവാൻ സംസ്കാരമൊക്കെ ചെയ്ത് അങ്ങനെയാണ്. അതിൻ്റെ സഹോദരനാണ് ഈ സമ്പാദി. അത് പറയും നമുക്ക് കേൾക്കാം. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ഗൃധ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു. കഴുകനാണ് ഗൃദ്ധൻ. പതുക്കെ ആ ഗുഹാന്തത്തിലേക്ക് ഇങ്ങനെ വന്നു. വൃദ്ധനായുള്ളൊരു ഗൃധ്രപ്രവരനും, അതായത് ഈ വൃദ്ധനാണ് ഈ കഴുകൻ, എന്നാലും ശ്രേഷ്ഠനാണ്, കഴുകന്മാരുടെ ശ്രേഷ്ഠനുമാണ്. പൃഥ്വീധര പ്രവരോ പൃഥ്വീധര പ്രവരോത്തുംഗതാപനായി, അതായത് വിഷമിച്ച് ആതപനായി, അതായത് അദ്ദേഹത്തിന് ഇതില്ല, ചിറകൊന്നുമില്ല. അതുകൊണ്ട് പൃഥ്വീധരോ പ്രവരോത്തുംഗതാപനായി. എന്താണ്? ഗുഹയ്ക്കകത്ത് നിന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് ഭൂമിയിൽ ഒരു പർവ്വതം പോലെ ഉള്ള ഒരു ഉയർന്ന ഒരു വലിയൊരു പർവ്വതം പോലുള്ളൊരു കഴുകൻ. അത്ര വലിയ ഒരു ശരീരമാണ്, പക്ഷേ ചിറകില്ല. അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. പൃഥ്വീധര പ്രവരോ ഉത്തുംഗാതപനായി ദൃഷ്ട പരക്കെ കിടക്കും കവികളെ. നിരന്നിങ്ങനെ കവികളിങ്ങനെ നടന്ന് ഉറങ്ങാൻ കിടന്നതാണല്ലോ. അങ്ങനെ നിരന്ന് കവികളെ തുഷ്ടിയാ പറഞ്ഞതു. എന്താ ഇവരെ കണ്ട് പറയുന്നത്? ഗൃധ്രകുലാധിപൻ, അത് കഴുകന്മാരുടെ ശ്രേഷ്ഠനാണ്, അധിപനാണ്. ഇദ്ദേഹം കണ്ടിട്ട് പറയുന്നു, പക്ഷമില്ലാതോര് എനിക്ക് ഒരു ചിറകില്ല. ചിറക് പോയ വിവരമൊക്കെ ഇത് പറയും. അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ എനിക്ക് പക്ഷമില്ല, ചിറകില്ല, അപ്പോൾ പറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പതുക്കെ ഇറങ്ങി ഇവർ കിടക്കുന്ന ഗുഹാന്തരത്തിൽ വന്ന് നോക്കുമ്പോൾ നിരന്ന് കിടക്കുന്ന ഈ കുരങ്ങന്മാർ. അപ്പോൾ പറയുന്നത്, പക്ഷമില്ലാത്തവർ എനിക്ക് ചിറകില്ലാത്ത എനിക്ക് ദൈവം ബഹുഭക്ഷണം തന്നത് ഭാഗ്യമല്ലോ ബലാൽ. നിരന്ന് കിടക്കുമല്ലോ കവികൾ, കുരങ്ങന്മാർ. അപ്പോൾ എനിക്ക് ചിറകൊണ്ട് പറന്നെങ്ങും പോയി ഒന്നും കഴിക്കാനൊക്കെ. എന്നാൽ ഭഗവാൻ എനിക്ക് ഭാഗ്യം തന്നു, നിരന്ന് കിടക്കുമല്ലോ, ഓരോ ദിവസവും കഴിക്കാമല്ലോ.
മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതും. അപ്പോൾ ദൈവം തന്ന ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി, ആരാണ് മുമ്പേ മരിക്കുന്നത് അവർക്ക് വരുന്നത് സംപ്രീതി പൂണ്ട് ഭക്ഷിക്കുക ദിവസേന മുമ്പേ ആര് മരിക്കുന്ന അവരെ ഈ ഭക്ഷിക്കാൻ കിട്ടും കഴുകന്. സന്തോഷമായിട്ട് കഴുകൻ ചിന്തിക്കുവാണ്, എനിക്ക് പക്ഷമില്ലെങ്കിലും ഭഗവാൻ എനിക്ക് ഭാഗ്യം തന്നല്ലോ, ഇത്രയും കവികളെ നിർത്തി തന്നല്ലോ. ഗൃധ്രവാക്യം കേട്ട് മർക്കടൗഘം പരിസ്ത്രസ്തരായി അന്യോനും ആശ ചൊല്ലിയിടാൻ. പരിത്രസ്തരായെന്ന് വെച്ചാൽ ഭയത്തോടുകൂടി ഇത് കേട്ട്, ഈ കുരങ്ങന്മാർ കേട്ട് ഈ കഴുകൻ പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് ഭയമായി, ഇവരെ കൊന്നു തിന്നുമല്ലോ എന്നൊരു ഭയം വന്നു. അപ്പം അങ്ങനെ അദ്രീന്ദ്ര തുല്യനായൊരു ഗൃധ്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങും എല്ലാവരെയും. ഈ കുട്ടികൾ പറയുന്നു, ഈ കവികൾ പറയുന്നു, എല്ലാവരെയും ഇവൻ കൊത്തി വിഴുങ്ങുമല്ലോ. നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതം ആർക്കും തടുക്കരുതാരും ഏതുമേ. ഇവൻ നമ്മളെല്ലാം തിന്നും. അവർക്ക് എവിടെ പോകാൻ പറ്റും? കവികൾക്ക് അവിടെയല്ലേ കിടക്കാൻ പറ്റും. നമ്മൾ ഓരോരുത്തരെയും ഇങ്ങനെ അവൻ ഭക്ഷിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൽപ്പിതം ആർക്ക് തടുക്കാൻ പറ്റുമോ? നമ്മാൽ ഒരു കാര്യവും കൃതമായില്ല, കർമ്മദോഷങ്ങൾ പറയാവതെന്താവോ. നമ്മളെ കൊണ്ട് സീതയെ കണ്ടുപിടിക്കാനോ രാവണനെ കണ്ടു കൊല്ലാനോ ഒന്നും സംഭവിച്ചില്ല. ഇനി നമുക്ക് നീ ഇവിടെ തന്നെ കഴുകൻ്റെ വായിൽ കിടന്ന് മരിക്കാം, അല്ലെങ്കിൽ ചെന്ന സുഗ്രീവൻ കൊല്ലും. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം. നമുക്ക് ശ്രീരാമൻ്റെ കാര്യമൊന്നും ഒത്തില്ലല്ലോ. സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. സ്വാമി എന്ന് വെച്ചാൽ അവരുടെ സ്വാമി സുഗ്രീവനാണ്. ഭഗവാൻ രാമൻ ശ്രീരാമൻ്റെ കാര്യം സാധിച്ചില്ല, സ്വാമി പറഞ്ഞുവിട്ട കാര്യം ഒത്തില്ല. വ്യർത്ഥം ഇവനാൽ മരിക്കെന്ന് വന്നത് എത്രയും പാപികളാകെ തന്നെ ഭയം. നമ്മൾ എത്രത്തോളം പാപികളായിട്ടാണ് ഈ കഴുകനാൽ നമുക്ക് മരിക്കാൻ ഇതിനുള്ള നമ്മൾ പാപികളായിട്ടാണ് ഈ കഴുകൻ തന്നെ നമ്മളെ കൊല്ലുന്നത്. നിർമ്മലനായ ധർമാത്മാ ജഡായു തൻ നന്മയോർത്തോളം പറയാവതല്ലോ. ജഡായു എത്ര നിർമ്മലനായിരുന്നു, എന്ത് ഭക്തനായിരുന്നു. ഈ സമ്പാദി ഒരു കഴുകനാണല്ലോ. അവർക്ക് അറിയത്തില്ല ഇപ്പോൾ ഇവർ സഹോദരങ്ങളാണെന്ന്. പിന്നെ പുറകെ പറയും, അപ്പോഴേ അവർക്ക് അറിയൂ. അതുവരെ ഇവർ പറയുന്നു, എത്ര നല്ലവനായിരുന്നു ജഡായു, എന്ത് ഭക്തനായിരുന്നു, നിർമ്മലനായിരുന്നു, ധർമാത്മാവായിരുന്നു ജഡായു. അതായത് സീത പറഞ്ഞിട്ട് പോയി ശ്രീരാമൻ വരുവോളം ഇവിടെ കിടക്കണം, മരിക്കരുത്, വന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടേ മരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടല്ലയോ പോയത്. അതുപോലെ ഭക്തിപൂർവ്വം, അതുപോലെ അവർക്ക് വേണ്ടി ശ്രീരാമനോട് യുദ്ധവും ചെയ്തില്ലയോ രാക്ഷസനുമായിട്ട്. അതുകൊണ്ട് എത്ര നല്ലവനായിരുന്നു, നന്മ ഓർത്തോളം പറയാവതല്ലേ. ആ ജഡായുവിൻ്റെ നന്മ ഓർത്താൽ പറയാനില്ല, അത്രമാത്രം നന്മയായിരുന്നു. വർണ്ണിപ്പതിന് പണിയുണ്ട്, അവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്ക് കിട്ടുമോ. ഇത്രമാത്രം അവനെപ്പറ്റി വർണ്ണിക്കാൻ നമുക്ക് പ്രയാസമുണ്ട്, അത്ര നന്മയായിരുന്നു. അവൻ്റെ പുണ്യം ഓർത്താൽ മറ്റാർക്കും അത് കിട്ടത്തുമില്ല. ശ്രീരാമകാര്യാർത്ഥം ആശു മരിച്ചവൻ ചേരുമാറായതു രാമപാദാംബുജെ. ഭഗവാന്റെ പാദാംബുജയിൽ തന്നെ ചെന്ന് ചേർന്നു, മോക്ഷം കിട്ടി. ശ്രീരാമകാര്യാർത്ഥം ആശ് മരിച്ചതാണ്, ഭഗവാന് വേണ്ടിയാണ്. കാരണം ഭഗവാന്റെ ദാസനായിരുന്നു. അപ്പോൾ സീതയെ കൊണ്ടുപോയ ദുഃഖം കണ്ടപ്പോൾ ഇദ്ദേഹം രാവണനായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് മരിക്കാനിട വന്നത്, ചിറക് കണ്ടിച്ചു കളഞ്ഞു. അതുകൊണ്ട് പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചതു പക്ഷീന്ദ്ര വാഹനാനുഗ്രഹം വിസ്മയം. അപ്പോൾ പക്ഷിയുടെ ആ ഒരു അനുഗ്രഹം എത്രമാത്രം, മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമാണ് ആ പക്ഷിക്ക് കിട്ടിയത്. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം, പക്ഷീന്ദ്ര വാഹനാനുഗ്രഹം വിസ്മയം. വാനര ഭാഷണം കേട്ട് സമ്പാദിയും മാനസാനന്ദം കലർന്ന് ചോദിച്ചതോ. ഈ പറയുന്നത് ഈ കഴുകൻ പറഞ്ഞത് ഇവരൊക്കെ എനിക്ക് ഒന്ന് തിന്നാമല്ലോ എന്ന് പറഞ്ഞത് കവികൾ കേട്ടു. കവികൾ അതിൻ്റെ മറുപടി ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അത് ഇവരെ ശ്രദ്ധിച്ച് കേട്ടു ഈ സമ്പാദി. അപ്പോൾ സമ്പാദി ചോദിക്കുന്നത്, മാനസാനന്ദം കലർന്ന് ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നേ? കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നത് ആരിന്നു ജഡായു എന്നിങ്ങനെ. ഈ ജഡായു ആരാണ്? ജഡായുവിൻ്റെ കാര്യം എന്താ ഇങ്ങനെ? കർണം ചെവിക്ക് പീയൂഷ അമൃതാകുന്ന ഈ സമാനമാകുന്ന ഈ വാക്കുകൾ ഇത് ചൊന്നത് ആര്? ഇന്ന് ജഡായു എന്നിങ്ങനെ. ജഡായുവിൻ്റെ കാര്യം ഇത് പറയാം എന്താ? അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ജഡായു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സഹോദരനാണെന്ന്. അതായിരിക്കും ഇവർ പറയുന്നത് എന്തെന്ന് ചോദിച്ചറിയണം. അതുകൊണ്ട് ഈ കഴുകൻ എന്ത് പറഞ്ഞു? നിങ്ങൾ എന്ത് പറയുന്നത് അന്യോന്യം ഇങ്ങു വരുവിൻ ഭയപ്പെടാകേതുമേ. നിങ്ങൾ എന്നെ കണ്ട് ഭയക്കണ്ട, നിങ്ങൾ വരൂ. അങ്ങനെ ഇതിനറിയാൻ, ഈ ജഡായു ആരെന്നറിയാനും വേണ്ടിയാണ്. കാരണം ഇവർ സഹോദരങ്ങളാണെന്ന് ഈ സമ്പാദിക്കറിയാം. അപ്പോൾ അതിൻ്റെ കാര്യ വിവരങ്ങൾ ചോദിച്ചറിയാനായിട്ട് അവരെ എന്നെ കണ്ട് ഭയക്കണ്ട, നിങ്ങൾ എൻ്റെ അടുക്കലോട്ട് വരീൻ. അങ്ങനെ നിങ്ങൾ എന്തു പറയുന്നത് അന്യോന്യം, നിങ്ങൾ എന്താ പറയുന്നത്? ഇങ്ങു വരുവിൻ ഭയപ്പെടാകേതുമേ. ഉമ്പർകോൻ പൗത്രനും അൻപോട് കേട്ട് സമ്പാദി തന്നുടെ മുമ്പിലാമാറ് ചെന്ന്. അങ്കദൻ അത് കേട്ടുകൊണ്ട് ഈ കഴുകൻ്റെ അടുക്കലോട്ട് ചെന്ന് അംഭോജലോചൻ തൻ പാദ പങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ട് ചൊല്ലിനാൻ. അപ്പോൾ സ്മരിച്ചും കൊണ്ട് അംഭോജലോചൻ തൻ പാദപങ്കജമൊക്കെ
സ്മരിച്ച് ഓർത്തുകൊണ്ട് സന്തോഷത്തോട് പറയുന്നു. സൂര്യകുലജാതനായ ദശരഥൻ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനം താതാജ്ഞയാ പുര. പിതാവിൻ്റെ പിന്നെ ആജ്ഞപ്രകാരം അവരെല്ലാം കാനനത്തിലേക്ക് വന്നു. ഇവർ മൂന്നും കൂടെ കട്ട് കൊണ്ടിടാൻ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ അങ്ങനെ തപസ്സിന് പോയ സമയത്ത് ഈ ദുഷ്ടനായുള്ള ദശാനനൻ രാവണൻ സീതയെ കട്ടുകൊണ്ട് പോയി. ഇത് ആരോട് പറയുന്നു? സമ്പാദിയായുള്ള കഴുകനോട് അങ്കദൻ പറയുന്നു. എന്താ എന്നോട് പറയൂ, എന്താ ഇതൊക്കെ എന്നെ കണ്ട് പേടിക്കണ്ട വന്ന്. അപ്പം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ലക്ഷ്മണനും കമലേഷനും പിരിഞ്ഞ് ആ ക്ഷോണിപുത്രി മുറയിട്ടത് കേട്ട് അപ്പോൾ ഈ രാവണൻ സീതയെ കട്ടുകൊണ്ട് പോയപ്പോൾ ലക്ഷ്മണനും കമലേഷനും അവിടെ ഇല്ലായിരുന്നു. അവർ മാനിൻ്റെ പുറക്കെ പോയതല്ലയോ, അതിന് അവരവിടെ ഇല്ലാത്ത സമയം നോക്കി പിരിഞ്ഞ സമയത്ത്, അത് ഈ പുത്രി ക്ഷോണിപുത്രി സീത, ക്ഷോണി ഭൂമിപുത്രി എന്ന് വിളിക്കും സീതയെ. അപ്പോൾ ഈ ക്ഷോണിപുത്രി മുറയിട്ട് അത് കേട്ട് തൽക്ഷണം ചെന്ന് തടുത്തു യുദ്ധം ചെയ്താൻ ആ ക്ഷണദാചരനോട് ജടായുവാം. അതായത് ഈ രാവണനോട് ജടായു അത് സീതയുടെ കരച്ചിൽ കേട്ട് ചെന്ന് യുദ്ധം ചെയ്തു. ആരാ? ജടായു. യുദ്ധം ചെയ്താൻ ആ ക്ഷണദാചരനോട് ജടായുവാം പക്ഷിപ്രവരൻ അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ട് പക്ഷവും വെട്ടി അറുത്താൻ അതുനേരം ആ ചന്ദ്രഹാസം എന്ന വാളും കൊണ്ട് ഈ ജടായുവിൻ്റെ ചിറക് അരിഞ്ഞു കളഞ്ഞു. പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലെ ഭൂമിയിലേക്ക് തന്നെ ആ പക്ഷി അപ്പോൾ തന്നെ ഭൂമിയിലേക്ക് വീണു. ചിറകിൽ നിൽക്കാൻ പറ്റത്തില്ലല്ലോ ആകാശത്ത്, അങ്ങനെ വീണ്. ഭർത്താവിനെ കണ്ട് വൃത്താന്തം ഒക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞു എന്നുമേ നിന്നുടെ മൃത്യുവരായി എന്ന് അനുഗ്രഹിച്ചാൾ ധരാപുത്രിയും. അങ്ങനെ ധരാപുത്രി സീത പറഞ്ഞു, ഭർത്താവ് ശ്രീരാമൻ വന്ന് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞിട്ട് നീ മരിക്കാവൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ധരാപുത്രി തൽ പ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തം അറിയിച്ചു. ആ ഒരു പ്രസാദേന ആ അനുഗ്രഹം കൊണ്ട് ഈ പക്ഷി മരിച്ചില്ല, ഈ ജടായു. എന്നിട്ട് രാമൻ വന്നപ്പോൾ പക്ഷീന്ദ്രനും രാമനെ കണ്ട് വൃത്താന്തമൊക്കെ അറിയിച്ചു. രാമസായുജ്യം ലഭിച്ചത് ഭാഗ്യവാൻ. അങ്ങനെ ഭഗവാൻ സായുജ്യമൊക്കെ കൊടുത്തു. ഭാഗ്യവാനാണ് ജടായു. ഈ കാര്യങ്ങളിങ്ങനെ സമ്പാദിച്ച് പറയുന്നു. അർക്കകുലോത്ഭവനാകിയ രാമനും അർക്കജനോട് അഗ്നിസാക്ഷികമാ വണ്ണം സഖ്യവൻ ചെയ്തു കൊന്നിതു ബാലിയെ. അതായത് സുഗ്രീവനും ഹനുമാനും കൂടെ സഖ്യം ചെയ്തല്ലോ, അങ്ങനെ ബാലിയെ കൊന്നു. സുഗ്രീവനായിക്കൊണ്ട് രാജ്യവും നൽകിനാൻ. അങ്ങനെ അവർ സഖ്യം ചെയ്ത് സുഗ്രീവനെ രാജ്യം കൊടുക്കാം. അതുപോലെ ബാലിയെ കൊന്നിട്ട് സഖ്യം ചെയ്തനുസരിച്ച് പിന്നെ ശ്രീരാമൻ അതെല്ലാം ചെയ്തു കൊടുത്തു. സുഗ്രീവനായിക്കൊണ്ട് രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ. അപ്പം അതിന് സഖ്യം ചെയ്ത് വെച്ചേക്കുക. ഇനി ചെയ്യേണ്ട പണി സുഗ്രീവനാണ്, സീതയെ കണ്ടുപിടിച്ച് കൊടുക്കാൻ. അതിന് ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ 4 പോകാൻ അയച്ചതു. 1,00,000 കവിവരന്മാരെ ഓരോ ദിശി. അങ്ങനെ ഞങ്ങളെ 1,00,000 കവിവരന്മാരെ പല പല സ്ഥലത്തേക്കും അയച്ചു. ദക്ഷിണ ദിക്കിന് പോകുന്നത് ഞങ്ങളും. അങ്ങനെ ഈ ഇത്രയും കവികളും അങ്കദനും ഹനുമാനും എല്ലാവരും കൂടെ ജാമ്പവനും കൂടെ ഇവിടേക്ക് വന്നു, ദക്ഷിണ ദിക്കിലേക്ക് വന്നു. രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ, രാവണനെയും എങ്ങും ഞങ്ങൾ കണ്ടില്ല. 30 നാളിനകത്ത് ചെന്നിടാകിൽ അപ്പോൾ അവരെ വധിക്കും കവിവരനാരാ സുഗ്രീവൻ. 30 ദിവസത്തിനകം കണ്ടുപിടിച്ചിട്ടുണ്ട്, ചെന്നില്ല, കഴിഞ്ഞില്ലെങ്കിൽ ആ അവധി കഴിഞ്ഞാൽ ഞങ്ങളെ കൊല്ലും. പാതാളം ഉൾപ്പൊക്കെ വാസനം പോയതും ഏതും അറിഞ്ഞില്ല ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ കുറേ നാളിങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അവിടെ ഇവിടെയൊക്കെ നോക്കി, പാതാളത്തിലൊക്കെ നോക്കി, അങ്ങനെ സമയം പോയി. വാസന ഇങ്ങനെ പോയത് അറിഞ്ഞതേ ഇല്ല. അതുകൊണ്ട് ദർഭ വിരിച്ച് കിടന്നു മരിപ്പതിന് അപ്പോൾ ഭവാനിയും കണ്ടുകിട്ടിയ വില. ഇപ്പം മരിക്കാൻ ഭവാനിയും കണ്ടുകിട്ടിയാരെയാ? ഈ സമ്പാദിയെ. സമ്പാദി പറഞ്ഞാൽ ഇവരെല്ലാം ഓരോ ദിവസം ഭക്ഷിക്കാമെന്ന്. അത് കേട്ടതിൻ്റെ പേരിലാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന് ദർഭ വിരിച്ച് കിടന്നപ്പോൾ മരിപ്പതിന് അപ്പോൾ ഭവാനും ഈ സമ്പാദി ഇവിടെ വന്നു കണ്ടുകിട്ടി വലാൽ. ഏതാനും ഉണ്ട് അറിഞ്ഞിട്ടു നീ എങ്കിലോ സീത വിശേഷം പറഞ്ഞു തരണമേ. എന്തെങ്കിലും നിനക്കറിയാമെങ്കിൽ നീ ആ സീതയുടെ വിശേഷം ഒന്ന് പറഞ്ഞു തരണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്ന് നീ അറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ട് സമ്പാദിയും ആരുടെ മോദം അവനോട് ചൊല്ലിനാൻ. അങ്ങനെ അങ്കദൻ്റെ വാക്കുകളൊക്കെ കേട്ട് താരേയ, അങ്കദനാണ് താരയുടെ പുത്രനായതുകൊണ്ട് അങ്ങനെ ആരുടെ മോദം സന്തോഷത്തോട് പറയുന്നു. അതായത് ഇനി പറയുന്നത് ആരാ? സമ്പാദി. ഈ കഴുകനാണ് പറയുന്നത്. ചിറകില്ല. ഇഷ്ടനാം ഭ്രാതാവ് എനിക്ക് ജടായു, ഞാൻ ഒട്ടുനാളുണ്ട് അവനെ പിരിഞ്ഞതും. എനിക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നു. ഭ്രാതാവിൻ്റെ സഹോദരനാണ് ജടായു.
ഒട്ടുനാൾ അപ്പം ഇപ്പം മനസ്സിലാകുന്ന അവൻ ഇപ്പോഴാണ് സമ്പാദി പറയുന്നത് എൻ്റെ സഹോദരനാണ്, ഭ്രാതാവാണ്. ഞാൻ ഒരുപാട് നാളായി അവനെ കണ്ടിട്ട്, ഞങ്ങൾ പിരിഞ്ഞിട്ട് ഇപ്പം കാണാനില്ല. അതുകൊണ്ട് ഒട്ടുനാളുണ്ട് അവനോട് ഞാൻ പിരിഞ്ഞു. ഇന്ന് അനേകായിരം വത്സരം കൂടി ഞാൻ എന്നോട് സഹോദരൻ വാർത്ത കേട്ടിട്ട് അനേകായിരം വത്സരം കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് നിങ്ങളിങ്ങനെ പേരെന്തോ ജഡായുവിൻ്റെ വാർത്ത ഇപ്പം പറഞ്ഞപ്പോൾ ഞാൻ ഇത് കേൾക്കുന്നത്. ഒത്തിരി നാളായി ഞാൻ അവനെ കണ്ടിട്ടും ഞങ്ങൾ സംസാരിച്ചിട്ടും, അതുകൊണ്ട് ഇപ്പോഴാണ് അവൻ്റെ ചരിത്രം ഞാൻ കേൾക്കുന്നത്. എന്നുടെ സോദരനായി ഉദകക്രിയയ്ക്ക് എന്നെ എടുത്ത് ജലാന്തിയെ കൊണ്ടുപോയി നിങ്ങൾ അതായത് ഇദ്ദേഹം ചിറകിലല്ലോ പറക്കാൻ, അവിടെ നദിയിൽ കൊണ്ടുപോകണമെങ്കിൽ സമുദ്രത്തിലെടുക്കലോ ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ എടുത്തുകൊണ്ട് പോകണം. അതുകൊണ്ട് എന്നോട് സോദരനാണ് ഈ ജഡായു. അതുകൊണ്ട് അതിന് ഉദകക്രിയ സഹോദരനല്ലേ ചെയ്യാൻ. എന്നെ എടുത്ത് ജലാന്തികയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പൻ ഉദക കർമാദികൾ. നിങ്ങൾക്ക് വാക്ക് സഹായം ചെയ്യുവാൻ ആശു. ഞാൻ വാക്കുകൊണ്ട് സഹായം ചെയ്യാം, അല്ലാതെ ചിറകല്ലേ ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാക്ക് സഹായം ചെയ്യാം, എന്തെങ്കിലും സംസാരിച്ച് വാക്കുകൊണ്ട് പറഞ്ഞുള്ള സഹായം ചെയ്തു തരാം. അപ്പോൾ അവനെ എടുത്ത് കവികളും അബ്ധി തീരത്ത് വച്ചിടനാദരാൽ. അങ്ങനെ ഈ സമ്പാദിയെ എടുത്ത് കടൽ തീരത്ത് കൊണ്ടുവച്ചു. ഇവർ എടുത്തുകൊണ്ട് പോയി. സലിലെ കുളിച്ച് അഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ട് സാദരം സലിലം വെള്ളം, സലിലെ കുളിച്ച് അഞ്ജലിയൊക്കെ കുളിച്ച് തൊഴുത് വത്സനാം സ്നേഹത്തോടുള്ള ഭ്രാതാവിനെ കൊണ്ട് സാദര. അത് അത്രമാത്രം സ്നേഹമുള്ള ഒരു സഹോദരനായാണ്. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ഭ്രാതാവിനെ കൊണ്ട് സാദരം. സ്വസ്ഥാന ദേശത്തിരുത്തിനാർ. പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ചയം എവിടെ ഇരിക്കണം വെച്ചാൽ അവിടെ കൊണ്ട് ഇരുത്തി. എന്നിട്ട് ഉത്തമന്മാരായ വാനര സഞ്ചയം സ്വസ്ഥനായ സമ്പാദി ജാനകിതനുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. അങ്ങനെ സ്വസ്ഥനായി അവിടെ ചെന്നിരുന്നിട്ട് സമ്പാദി ജാനകി തന്നുടെ വൃത്താന്തമൊക്കെ പറഞ്ഞു തുടങ്ങി. സമ്പാദിക്ക് അറിയാമെന്ന് പറയുന്നു. തുങ്കമായിടും ത്രികുട അചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി തത്ര മഹാ അശോക കാനനെ ജാനകി നക്തഞ്ചരി ജനമധ്യേ വസിക്കുന്നത് സമ്പാദി പറഞ്ഞെടുക്കുന്നതാണ്. ഇത് എങ്ങനെ അറിഞ്ഞാൽ ഇതിലൊടുക്കം അത് മനസ്സിലാവും ഇത് പറയാനുള്ള കാരണം എന്താണെന്നൊക്കെ. ഇപ്പം ഇത് പറഞ്ഞത് സമയം പോകും. ഇത് വായിച്ചാലും നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെ ഈ സമ്പാദി ഇതൊക്കെ അറിഞ്ഞു എന്ന്. അത് ഇനി വായിച്ചു പോകുമ്പം നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്താ മഹാ അശോക കാനനെ, അശോക വനത്തിൽ ജാനകി നക്തഞ്ചരി, അതായത് രാവണൻ്റെ അവിടെയുള്ള സ്ത്രീകളുമായിട്ട് അതിൻ്റെ മധ്യേ വസിക്കുന്നു. ദൂരം ഒരു 100 യോജനയുണ്ടത് നേരെ നമുക്ക് കാണാൻ ഗൃദ്ധമാകയാൽ. എനിക്കത് കാണാൻ കഴുകനായതുകൊണ്ട് ദൂരക്കാഴ്ചയുണ്ട് കഴുകന്. പൊക്കത്തിരുന്ന് കണ്ടിട്ടുണ്ട്. അത് ദൂരം ഒരു 100 യോജനയുണ്ടത് നേരം നമുക്ക് കാണാൻ ഗൃദ്ധമാകയാൽ. സാമർഥ്യം ആർക്കത് ലംഘിപ്പതിന് അവൻ ഭൂമി തനൂജയെ കണ്ടുവരും ധ്രുവം. അങ്ങനെ ഈ ഭൂമി എന്ന് വെച്ചാൽ സീതയെ ഇങ്ങനെ കണ്ടുവരും ധ്രുവം. ഈ സാമർഥ്യം ഇങ്ങനെ കഴുകന്മാർക്കുള്ള ദൂരക്കാഴ്ച ആർക്കും ലംഘിക്കാൻ പറ്റുകയില്ല. അവർക്ക് യഥാർത്ഥമായി കിട്ടിയ വരമാണത്, ദൂരെ ഉള്ളതെല്ലാം കാണാനായിട്ട്. അതുകൊണ്ട് അങ്ങനെ ഭൂമി തന്നെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും പക്ഷവുമില്ലമേ. അങ്ങനെ സോദരനെ, അതായത് ജഡാവിനെ കൊന്നത് രാവണനല്ലേ. അപ്പം ഒരു വൈരാഗ്യം ഇവിടെ ജഡാവിനൂടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് ഊർജിതം കിട്ടും അദ്ദേഹത്തിന്. അപ്പം ഈ ചിറകരിഞ്ഞിട്ടല്ലേ ഇത് മരിക്കാൻ കാരണം. അതുകൊണ്ട് രാവണനോട് അത്രമാത്രം വിഷമമുണ്ട് ഈ സമ്പാദിക്കും. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും പക്ഷവുമില്ലമേ. യത്നേന നിങ്ങൾ കടക്കണം ആശ പോയി രത്നാകരം. പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ അതിന് വഴിയെന്ന് നിർണയം. അങ്ങനെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രയത്നിക്കണം. എവിടെ കടക്കണം ആശ പോയി രത്നാകരം, ഈ സമുദ്രം കടക്കണം, അപ്പുറം പോണ്ടേ, എന്നാലേ അവനെ ഇത് കണ്ടെടുക്കാൻ പറ്റും. അങ്ങനെ രാവണൻ തന്നെ നിഗ്രഹിക്കും. ക്ഷണാലേവതിനും അതിൽ നിന്ന് നമ്മൾ അതിനുള്ള വഴി നമുക്ക് നിർണയം, നമുക്ക് അതിനുള്ള വഴി ഉണ്ടാക്കണം. രത്നാകരൻ ശതയോജന വിസ്തൃതം. രത്നാകരമായിരിക്കുന്ന ഈ സമുദ്രം ശതയോജന 100 യോജന വിസ്തൃതമാണ്. യത്നേന ചാടിക്കടന്ന് ലങ്കാപുരം ബുക്ക് വൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കരെ ചാടിക്കടന്ന് വരുന്നതും തമ്മിൽ നിരൂപിക്കുക നാം എന്നൊരുമിച്ച് തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. അക്കരെ കടന്ന് പോയി പറഞ്ഞിട്ട് പിന്നെ ഇക്കരെ വരണ്ടേ തിരിച്ച്. അതുകൊണ്ട് വൈദേഹിയെ കണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനുള്ളതിന് അക്കരെ ചാടിക്കടന്ന് തിരിച്ചിഞ്ഞ് വരുന്നതും തമ്മിൽ നമ്മളെല്ലാം ഇത് നിരൂപിക്കുക, നാം എല്ലാവരും കൂടെ ഒരുമിച്ച് ചിന്തിച്ച് അന്യോന്യം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി എങ്ങനെ അതിന് പോകാം വഴി, അതൊക്കെ അവർ പറയുവാണ്. സമ്പാദിയുടെ പൂർവ്വവൃത്താന്തം തന്നെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന്. സമ്പാദി തന്നുടെ പൂർവ്വവൃത്താന്തങ്ങൾ അൻപോട് വാനരന്മാരോട് ചൊല്ലിനാൻ. ഞാനും ജഡായുവാം ഭ്രാതാവുമായി പുരാമാനേന ദർപ്പിത മാനസന്മാരുമായി. അത് സഹോദരനായ ജഡായു മരിക്കുന്നതിന് മുന്നേ
ഈ സഹോദരങ്ങൾ അവർ രണ്ടും കൂടെ മാനേന ദർപ്പ് അഹങ്കാരം ഉണ്ടായിരുന്നു. കുട്ടിനാളിലൊക്കെ ചിലർക്ക് ഓട്ടത്തിൽ ഇപ്പം തന്നെ പിള്ളേർ ഓടി മത്സരിക്കുന്നു. ഞാൻ രണ്ടുപേരെങ്കിലും ഓടി ആർക്ക് ജയം വരും എന്ന് ചിന്തിക്കുക. അതൊരു അഹങ്കാരമല്ല, ഒരു മത്സരം. അങ്ങനെ വേഗബലങ്ങൾ പരീക്ഷിപ്പതിന് അതിവേഗം പറഞ്ഞത് മേൽപോട്ട് ഞങ്ങളും ഒരു സഹോദരനോട് മേലോട്ട് പറന്ന് ആർക്കാണ് ബലം കൂടുതലെന്ന് ഉയരെ പറക്കാൻ ആർക്കാണ് അത്രയ്ക്ക് എന്തുവാ അവരുടെ ശക്തി പരീക്ഷിക്കാൻ അവർ രണ്ടുപേരും കൂടെ ജഡായും സമ്പാദിയും കൂടെ പറന്നു. മാർത്താണ്ഡ മണ്ഡല പര്യന്തം ഉൽപ്പതിച്ചാർത്തരായി വന്നു ദിനകരരശ്മിയാൽ. അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോന്ന് മാർത്താണ്ഡ മണ്ഡലം, സൂര്യമണ്ഡലം, മാർത്താണ്ഡ സൂര്യമണ്ഡലം പര്യന്തം ഉൽപ്പതിച്ച് ആർത്തരായി വന്നു ദിനകരരശ്മി. വിഷമമായി, എന്താ സൂര്യരശ്മികളേറ്റ്. ദിനകരൻ സൂര്യനാണ്. അപ്പോൾ അവർ അത്രയും പൊക്കത്തിൽ പോയ ദിനകര രശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ചത് അനുജന്. അതായത് അനുജനാണ് ജഡായു. ജഡായുവിൻ്റെ ശരീരത്തിന് തീ പിടിച്ച്, അതായത് സൂര്യരശ്മി ഏറ്റ്. പക്ഷപുടങ്ങളിൽ അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടാൻ. അപ്പം ഈ സമ്പാദ പക്ഷം ചിറകിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അതിനെ പുറക്കലാക്കി, ഇങ്ങനെ തീ കൊണ്ട് പിടിക്കാതിരിക്കാൻ. എന്നിട്ട് മുമ്പിൽ ആര് നിൽക്കുന്നു? ഈ സമ്പാദി നിൽക്കുന്നു. അപ്പോൾ അനുജനെ രക്ഷിച്ച് പുറക്കലാക്കി, ഈ ചിറകിനകത്തൂടെ പുറക്കലാക്കി, അതായത് രക്ഷിപ്പതിന് പിന്നിലാക്കിയിടാൻ. പക്ഷം കരിഞ്ഞ് ഞാൻ വീണത് ഭൂമി. അപ്പോഴത്തെ എന്ത് വന്ന്? സമ്പാദിയുടെ പക്ഷം കരിഞ്ഞു പോയി, ചിറക്. എന്നാൽ ആദ്യം അല്പം തീ പിടിച്ചത് ജഡായുവിനായിരുന്നു. ഇദ്ദേഹം രക്ഷിച്ചതുകൊണ്ട് അവസാനം പക്ഷം മൊത്തം പോയതാർക്കാണ്? സമ്പാദിക്ക്. അങ്ങനെ പക്ഷം കരിഞ്ഞു ഞാൻ വീണത് ഭൂമിയിൽ. അങ്ങനെ ഈ സമ്പാദി ഭൂമിയിൽ വീണുപോയി. പക്ഷദ്വയത്തോട് വീണാൻ അനുജനും. അപ്പം ഈ എന്തോൻ്റെ പേര്? ജഡായു അനുജനാണ്. അനുജനാണെങ്കിൽ പക്ഷദ്വയത്തോട് രണ്ട് പക്ഷം ഉണ്ടായിരുന്നു. ദ്വയം രണ്ട് പക്ഷങ്ങൾ രണ്ടും ഒന്ന് അതിനകത്തൊന്നും പോയില്ല, കരിഞ്ഞില്ല. അങ്ങനെ വീണു ആരാ? ജഡായു. പക്ഷികൾക്ക് ആശ്രയം പക്ഷമല്ലോ നിജ. ഈ പക്ഷികൾക്ക് എന്താ ആശ്രയം? അവിടെ നമുക്ക് നടക്കാൻ കാലാണ് നമ്മുടെ ആശ്രയം. നമുക്ക് എവിടെ പോകാനും കാൽനടയാണല്ലോ. അതുപോലെ പക്ഷിക്ക് ചിറകാണ് ആശ്രയം. അതുകൊണ്ട് പക്ഷികൾക്ക് ആശ്രയം പക്ഷമല്ലോ നിജം. വിന്ധ്യാചലേന്ദ്ര ശിരസി വീണിടിനീൻ അന്ധനായി 3 ദിനം കിടന്നിടിന്. വിന്ധ്യാചലം, വിന്ധ്യപർവ്വതത്തിൻ്റെ മുകളിൽ ശിരസിൽ ആ പർവ്വതത്തിൻ്റെ മുകളിൽ വീണിടിനീൻ അന്ധനായി കണ്ണു കാണാതെ 3 ദിനം കിടന്നിടിന്. ആരാ? സമ്പാദി. പ്രാണശേഷത്താൽ ഉണർന്നൊരു നേരത്ത് പ്രാണൻ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഉണർന്ന്, കാരണം അവിടെ ബോധഘട്ടൊക്കെ വീണു. അവിടെ 3 ദിനം അനങ്ങാതെ കിടന്നുപോയി. പ്രാണശേഷം, ബാക്കിയുള്ള അല്പശേഷം പ്രാണനുണ്ട്. അങ്ങനെ അദ്ദേഹം ഉണർന്നപ്പോൾ കാണായതു ചിറകം കരിഞ്ഞ് ഇങ്ങനെ ദിഗ്ഭ്രമം പൂണ്ട് ദേശങ്ങൾ അറിയാഞ്ഞ് വിഭ്രാന്ത മാനസനായി ഉഴന്നങ്ങനെ. അപ്പോൾ ഉണർന്നപ്പോൾ നോക്കുമ്പോൾ ചിറകൊന്നുമില്ല, പറക്കാനൊക്കുന്നില്ല. ദിക്ക് അവിടെ എവിടെ, തെക്കെവിടെ വടക്കെവിടെ, ഒരു ദിക്ക് ഭ്രമമായിപ്പോയി. എവിടെ ഞാൻ കിടക്കുന്നതെന്നോ എവിടെ ദിക്ക് എവിടെ നിന്നോ അറിയാൻ വയ്യാതെ ദേശങ്ങൾ അറിയാഞ്ഞ് വിഭ്രാന്ത മാനസനായി ഉഴന്നങ്ങനെ ചെന്നീ നിശാകര താപസൻ തന്നെ പുണ്യാശ്രമത്തിൻ്റെ പൂർണ്ണ ഭാഗ്യോദയാൽ കണ്ടു മഹാമനി ചൊല്ലിനാൻ എന്നോട്. അപ്പോൾ ഇദ്ദേഹത്തിന് വിഭ്രാന്തൊക്കെ അങ്ങനെ ആയപ്പോൾ ഒരു നിശാകര താപസൻ, ഒരു നല്ലൊരു താപസൻ്റെ തന്നോട് അടുക്കലേക്ക്, പുണ്യാശ്രമത്തിനടുക്കലേക്ക് ചെന്ന് പൂർണ്ണ ഭാഗ്യോദയാൽ, ഭാഗ്യത്തിൻ്റെ ഇതുകൊണ്ടാണ്, അത് എനിക്ക് ഭാഗ്യം ഉദിച്ചു വന്നതുകൊണ്ടാണ് അങ്ങനെ കണ്ട്. മഹാമുനിയെ, അങ്ങനെ നല്ലൊരു മഹാമുനിയാണ് അത് അദ്ദേഹം. പൂർണ്ണ ഭാഗ്യോദയാൽ കണ്ടു. മഹാമനി ചൊല്ലിനാൻ എന്നോട് പറഞ്ഞു, മഹാമുനി പണ്ട് കണ്ടുള്ളൊരറിവ് നിമിത്തമായി എന്ത് സമ്പാദയെ വിരൂപനായി വന്നത്? എന്ത് മൂലം ഇത് ആരാൽ അകപ്പെട്ടതും ഇത് ആരാ ഇങ്ങനെ നിന്നെ ചെയ്തത്? അദ്ദേഹം മുമ്പ് സമ്പാദിയെ കണ്ടിട്ടുണ്ട് ആ മഹാമുനി. ആ ഒരു മനസ്സിൻ്റെ ഓർമ്മ വെച്ചോണ്ട് എന്താ ഇങ്ങനെ സമ്പാദ്യം ഇങ്ങനെ വിരൂപനായത്? ചിറകക്കരം വിരൂപമായല്ലോ. ഇങ്ങനെ വരാനുള്ള കാരണം എന്താ? ഇത് മൂലം ഇതാരാ ഇങ്ങനെ ചെയ്തത്? എത്രയും ശക്തനായൊരു നിനക്കിന്ന് ദഗ്ധമാവാൻ എന്ത് പക്ഷം പറക നീ? ഇതെന്താ നിനക്ക് ഇങ്ങനെ സംഭവിച്ചത്? ചിറക് കരിവാൻ എന്താണ് കാരണം അത് കേട്ട് ഞാൻ എന്നോട് വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനാൻ. അങ്ങനെ എല്ലാ കാര്യവും മുനിയോട് പറഞ്ഞു, എൻ്റെ വൃത്താന്തങ്ങളെല്ലാം പറഞ്ഞു. പിന്നെയും കൂപ്പിത്തൊഴുത് ചോദിച്ചിതു സന്നമായി വന്നു ചിറകും ദയാനിധേ. മഹാവിനെ തൊഴുത് പറഞ്ഞു, മഹാദയാനിധേ നശിച്ചു എൻ്റെ ചിറകെല്ലാം, സന്നമായി വന്നു ചിറകും ദയാനിധേ. ജീവനെ ധരിക്കേണ്ട ഉപായം ഈ നിയമം എന്നോട് ചൊല്ലിത്തരണമേ. എനിക്ക് വേണ്ടുന്ന ഉപായം, എനിക്കിനി എങ്ങനെ എന്ത് വന്നാലും എനിക്ക് ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റും? എനിക്ക് ഇത് ധരിക്കണ്ടേ, ഈ ചിറക് വേണ്ടേ? അതിന് എന്തെങ്കിലും മാർഗം എനിക്ക് പറഞ്ഞു തരണമേ എന്നത് കേട്ട് ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായി അരുളി ചെയ്തു. അന്നേരം മഹാമുനി ചിരിച്ചിട്ട് പറയുന്നു, ദയ തോന്നി ദയാവശനായി മഹാമുനി പറഞ്ഞു, സത്യമായുള്ളത് ചൊല്ലുന്നതുകൊണ്ട് ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷ. നീ
ഞാനുള്ള സത്യം നിന്നോട് പറയാം, അത് ഒത്തോണം നീ മനസ്സിലാക്കൂ. ദേഹം നിമിത്തം ഈ ദുഃഖം അറിയ നീ. നമ്മുടെ ദേഹം കൊണ്ടാണല്ലോ ദുഃഖം ഉണ്ടാകുന്നത്. നമുക്ക് ദേഹം എന്തെന്നുള്ള നമ്മൾ ദേഹം വരുമ്പം നന്മ, കാരണം നമുക്ക് വയറിറച്ച് ആഹാരം കഴിച്ച് നമ്മൾ യൗവനമായിട്ട് നല്ല പൂർണ്ണ ശരീരമൊക്കെ ആകുമ്പോൾ നമുക്ക് അഹങ്കാരം വർദ്ധിക്കും. അതുകൊണ്ടാണല്ലോ ഇവർ തങ്ങൾ മത്സരിച്ച് സൂര്യമണ്ഡലം വരെ പോയത്, അഹങ്കാരം കൊണ്ടല്ലേ. അതുകൊണ്ട് ഈ ദേഹം കൊണ്ടാണ് നമുക്കിതെല്ലാം സംഭവിക്കുന്നത്. ദേഹം നിമിത്തം ഈ ദുഃഖം അറിയ നീ. ദേഹമോർക്കിൽ കർമ്മ സംഭവം എന്നുണ്ടെങ്കിൽ നമ്മുടെ ദേഹം കർമ്മം കൊണ്ട് നമ്മൾ കർമ്മങ്ങളുടെ കൂട്ടുക. നമ്മൾ കൈകൊണ്ടും കാലുകൊണ്ടും പുണ്യമായാലും പാപമായാലും ചെയ്ത് കൂട്ടുക. അതുകൊണ്ട് കർമ്മ സംഭവം എന്ന് പറഞ്ഞാൽ ദേഹം ഓർക്കുക. അതാണ് നമ്മുടെ ദേഹം കൊണ്ട് ഉണ്ടാക്കുന്നത്. ദേഹത്തിലുള്ളൊരു അഹംബുദ്ധി കൈക്കൊണ്ട് അതകൃതി മോഹാത അഹംകൃതി കർമ്മം ചെയ്യുന്നത്. നമുക്ക് ദേഹത്തിലുള്ളൊരു അഹംബുദ്ധി, അഹങ്കാരം വർദ്ധിച്ചുകൊണ്ട്, അഹംബുദ്ധിയാണ്, അത് എല്ലാവർക്കും ഉള്ളതാണ് അഹങ്കാരം, അഹം. അതുകൊണ്ട് നമ്മൾ മോഹം, ആഗ്രഹം കൊണ്ട് എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്നു. മിഥ്യയായുള്ള ഒരു അവിദ്യ സമുത്ഭവം വസ്തുവായുള്ളൂ എന്ന് അഹങ്കാരം ഓർക്ക നീ. മിഥ്യയായുള്ള ഒരു അവിദ്യ, ഇത് നമുക്ക് അവിദ്യ ഉള്ളതുകൊണ്ടാണ്, വിദ്യ ഇല്ലാത്തത് കൊണ്ടാണ്. വിദ്യ ഇല്ലെങ്കിൽ അത് അവിദ്യ എന്ന് പറയും. അപ്പം നമുക്ക് യഥാർത്ഥമായ ജ്ഞാനമില്ല. ഈ ലോകചിന്തയിലുള്ള BSc BA MA ഒന്നും അല്ല. ആത്മീയമായ ജ്ഞാനമാകുന്ന അറിവ്, ആ വിദ്യ, അത് വിദ്യ ഇല്ലാത്ത. അതുകൊണ്ട് ഇവിടെ മിഥ്യയായുള്ളൊരു അവിദ്യ സമുത്ഭവ വസ്തുവായുള്ളോ എന്ന് അഹങ്കാരം ഓർക്ക നീ. ചിച്ഛായയോട് സംയുക്തമായി വർത്തതേ തത്പുതമായുള്ളവരായ പിണ്ടവത്സത തേന ദേഹത്തിന് താതാത്മ്യ യോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ഇതാണ് നമുക്ക് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചേതനായി, അതായത് ചേതനവാനായി ഭവിക്കുന്നു. ചേതന അറ്റവൻ എന്താ വെച്ചാൽ ഇവിടെ ഇപ്പം എന്ത് സംഭവിച്ചു? അഹങ്കാരം വന്നപ്പോൾ ഇതിൻ്റെ അർത്ഥം വെച്ചാൽ ഇത് മലയാളം അല്ല, വേറെ എന്തോ അർത്ഥമാണ്, നമുക്കറിയില്ല. അതുകൊണ്ട് അതിൻ്റെ സാരം ഇത് തന്നെയാണ്. നമുക്ക് അഹങ്കാരം വർദ്ധിക്കുമ്പോൾ നമ്മളെ ദേഹമാണ് നമ്മൾ എന്ത് നമുക്ക് നേടാം, നമുക്ക് എന്തും കഴിയും, ഞാനാണ് വലിയ, എൻ്റെ ദേഹത്തെ കൊണ്ട് എന്ത് സാധിക്കും എന്നുള്ള അഹങ്കാരം നമുക്ക് നശിച്ചു പോകും. നമ്മൾ അതെന്താ? അവിദ്യയെ ഉള്ളു, നമുക്ക് വിദ്യ ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണല്ലോ ഇദ്ദേഹം ഈ സമ്പാദിയും ഈ ജഡയും കൂടെ ഇങ്ങനെ മത്സരിച്ച് മേലോട്ട് പോയത്. അല്പമെങ്കിലും ഉള്ളിൽ ജ്ഞാനവും വെളിച്ചമുണ്ടെങ്കിൽ അങ്ങനെ തോന്നുമോ? ഈ അഹങ്കാരം തോന്നുമോ? അതാണ് ഇതിൻ്റെ സംഭവം. അതുകൊണ്ട് എന്ത് വരുന്നത്? ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹം എന്നുള്ള ബുദ്ധി ഉണ്ടായി വരും. ആഹന്ത നൂനം ആത്മാവിന് മായയാ ദേഹോഹം അദ്വൈവ കർമ്മകർത്താഹം. അത് ദേഹോഹം എന്നുള്ള ബുദ്ധി, നമ്മൾ ദേഹം, അഹം, ഞാൻ ദേഹമാണെന്നുള്ള ബുദ്ധിയാണ് അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്നത്. അത് ദേഹത്തിലിരിക്കുന്ന ദേഹിയാണ്, അതായത് പരമാത്മാവിൻ്റെ അംശമാണ് നമ്മൾ ഞാനെന്ന് പറയുന്നത്. അതിനെ അറിവില്ലാത്ത എന്താ? ഉള്ളിൽ ജ്ഞാനമില്ല, വിദ്യയില്ല. അതുകൊണ്ട് ദേഹോഹം എന്നുള്ള ബുദ്ധി ഉണ്ടായി വരും. ആഹന്ത നൂനം ആത്മാവിന്. അതുകൊണ്ട് മായയാ ദേഹോഹം അദ്വൈവ കർമ്മകർത്താവ്. ദേഹം എന്താണ്? നമ്മളെ കർമ്മം ചെയ്യുന്നതാണ് നമ്മുടെ ദേഹം, അതെൻ്റെ കർത്താവായി ചെയ്യുന്നത്. അഹം ആഹന്ത സങ്കല്പ സർവദാ ജീവനും. കർമ്മങ്ങൾ ചെയ്ത് ഫലങ്ങളായി ബദ്ധനായി സമൂഹം ആർന്ന് ജനന മരണമാണ്. നമ്മൾ കർമ്മങ്ങൾ ചെയ്തിങ്ങനെ ഫലം വാരി കൂട്ടുന്നു. ആഗ്രഹിച്ച് മോഹം കൊണ്ട് നമ്മൾ എനിക്ക് അങ്ങനെ മണ്ടയിലേക്ക് പറക്കണം, അവിടം വരെ എത്തണം, ഇതെന്താ? മോഹമല്ലേ, ആ ആഗ്രഹമല്ലേ. അതുകൊണ്ട് അതൊരു അവരുടെ കർമ്മമാണ്. നമുക്കുള്ള കർമ്മങ്ങൾ നമ്മളും വാരി കൂട്ടുന്നു. അതായത് ആഗ്രഹിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതെല്ലാം നടത്തി കൂട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു, വീണ്ടും കർമ്മങ്ങൾ ചെയ്യണം, അത് വേണം, ഇത് വേണം ചിന്തിച്ച് ചെയ്യുന്നത് കർമ്മങ്ങളെല്ലാം കൂടെ ഫലം ആഗ്രഹം ചെയ്യുമ്പോൾ അത് എപ്പോഴായാലും തീർന്നേ. ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ ജനിച്ചും മരിച്ചും പോകണം. അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്ത് ഫലങ്ങളാൽ ബദ്ധന, ഈ ഫലത്തിന് വേണ്ടി നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്നു. സമൂഹമാർന്ന ജനന മരണം, അങ്ങനെ ആ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ജനിച്ച് മരിക്കുന്നത്. സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ച് ഹംസപദങ്ങൾ മറന്നും ചമയുന്നു. അപ്പോൾ സംസാര സൗഖ്യ ദുഃഖാദികൾ, ഈ ലോകത്തിലിരിക്കുന്ന സുഖ ദുഃഖങ്ങൾക്ക് വേണ്ടി, അത് സാധിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നു. വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തിനു വേണ്ടി? ഈ ലോകത്തിലെ സുഖ ദുഃഖങ്ങൾക്ക് വേണ്ടി. സുഖം വന്നാൽ ദുഃഖം ഉണ്ടല്ലോ, അതുകൊണ്ട് ദുഃഖവും നമ്മൾ അനുഭവിച്ചേക്കും, സുഖവും അനുഭവിക്കും. ഇത് രണ്ടിനും വേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് വാരി കൂട്ടിവെക്കുക കർമ്മങ്ങളുടെ ഫലങ്ങൾ. അതിനു വേണ്ടി നമ്മൾ എന്ത് മറക്കുന്നു? ഹംസപദങ്ങൾ മറന്നു ചമയുന്നു. പരമാത്മാവിനെ നമ്മൾ അറിയുന്നില്ല, ഈശ്വരനെ നമ്മൾ അറിയുന്നില്ല, അത് മറന്നു പോകുന്നു. എന്തുകൊണ്ടാ? ഈ ലോകചിന്തയിലേക്ക് തന്നെ ഉള്ളു മനസ്സ്. ഇന്ന് 100 കിട്ടിയാൽ നാളെ എനിക്ക് 1000 നേടാൻ പോകണം. മേൽപോട്ട് ആശ കീഴ്പോട്ടും ഭ്രമിച്ചാൽ അത് താല്പര്യവാൻ പുണ്യപാപാത്മകൈ സ്വയം. മേൽപോട്ടും താഴോട്ടും, മേലോട്ടും താഴോട്ടും. എന്താ? സുഖം ദുഃഖം, സുഖം മേലോട്ട്, ദുഃഖം താഴോട്ട്. ഇങ്ങനെ കുഴിയും കുന്നുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞ് ഭ്രമിച്ച് അത് താല്പര്യവാൻ, അങ്ങനെ അതിലേക്ക് താല്പര്യപ്പെട്ട് പുണ്യപാവങ്ങളുടെ ഒരു കൂട്ടമാണ് നമ്മളിലുള്ളത്. എല്ലാ ജനങ്ങളിലും ഇങ്ങനെ കിടക്കും, നമ്മൾ അറിയുന്നില്ല. നമ്മൾ വീണ്ടും ഇങ്ങനെ ജനിച്ചുകൊണ്ട് പോകും. നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളുടെ പാവവും പുണ്യമൊക്കെയാണ് നമ്മൾ ഈ ജന്മം അനുഭവിക്കുന്നത് മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഇനിയെങ്കിലും നന്മ മാത്രം ചെയ്യാൻ
പഠിക്കുന്നത്, അതിനകത്ത് ഇത് വായിച്ച് പഠിക്കുന്നത്. അപ്പം താല്പര്യവാൻ എന്തിനാ ഇങ്ങനെ സുഖവും ദുഃഖത്തിനും വേണ്ടി ഈ ലോകചിന്തയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ കഴിയുന്നു, അതിനകത്ത് താല്പര്യമാണ്. അല്ല ഈശ്വരനെ അറിയാൻ താല്പര്യമില്ല, അതുകൊണ്ട് നമ്മളത് മറന്നും പോകുന്നു. അങ്ങനെ പുണ്യപാപാത്മകൈ സ്വയം, എത്രയും പുണ്യങ്ങൾ ചെയ്തതിന് വളരെ ഞാൻ. അങ്ങനെ ഈ മഹാമുനി ഇത് ആർക്കൊടുക്കുക? ഈ സമ്പാദിക്ക്. ഈ ചിറക് പറ്റി എനിക്കൊരു നന്മ മാർഗ്ഗം എൻ്റെ ജീവിതത്തിന് എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളാണിത്, നമുക്കൊക്കെ വേണ്ടുന്നതാണ്. അപ്പോൾ എത്രയും പുണ്യങ്ങൾ ചെയ്തതിന് വളരെ ഞാൻ എന്നും പറഞ്ഞിരിക്കുക. നമ്മൾ ചെയ്യുന്നതെല്ലാം പുണ്യം കൊണ്ടിരിക്കുക. അതിൻ്റെ ബാലി പറഞ്ഞതുപോലെ ശ്രീരാമൻ എന്നെ കണ്ട ഞാൻ ശ്രീരാമനെ കൊണ്ട് എൻ്റെ വീട്ടിൽ വരും. ഭാര്യ പറഞ്ഞ് പോകരുത് യുദ്ധത്തിന്. അപ്പോൾ ശ്രീരാമൻ എന്നെ ഇഷ്ടം, ഞാനാ ശ്രീരാമനെ സുഗ്രീവനേക്കാളും ഭക്തി എനിക്കാ എന്നൊക്കെ തന്നെത്താനേ പറയാനേ പറ്റത്തുള്ളൂ. എനിക്കും വേണമെങ്കിൽ പറയാം എനിക്കാ എല്ലാവരെക്കാളും ഭക്തി. പക്ഷേ അതങ്ങനെയല്ല. നമുക്ക് മറ്റുള്ള അറിയാനേ കഴിയുന്നത് നമുക്കൊന്നുമില്ല. നമ്മളെക്കാൾ എത്രയോ ഭക്തന്മാർ ലോകത്തുണ്ട്. അപ്പോൾ നമ്മൾ ധരിക്കുന്നതാണ്, ഈ അജ്ഞാനികൾ ഇങ്ങനെ ധരിക്കുന്നത്, എനിക്ക് നല്ല ഭക്തിയാണ്, ഞാൻ എല്ലാത്തിനും കേമനാണ്, എത്രയും പുണ്യങ്ങൾ ചെയ്തതിന് വളരെ ഞാനെന്നാണ് ഞാൻ ധരിക്കുന്നത്. അങ്ങനെ ധരിക്കുന്നത്. അങ്ങനെ ആയിക്കൂടാ, അങ്ങനെ ഒരിക്കലും വരത്തില്ല. നമ്മളെക്കാൾ ഒരുപാട് പുണ്യങ്ങൾ ചെയ്തിട്ട് നമ്മളൊന്നും തന്നെ ചെയ്തിട്ടില്ല. നമ്മൾ ദോഷമാണ് ചെയ്യുന്ന മൊത്തം. ഭൂമിയിൽ ജീവിക്കുമെങ്കിൽ നമ്മൾ ദോഷകർമ്മങ്ങളേ ചെയ്യത്തുള്ളൂ. നമുക്ക് ജീവിതത്തിന് അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്. എത്രയും അതിന് ഫലേച്ച കൂടാതെ കർമ്മം ചെയ്താൽ കുഴപ്പമില്ല. നമ്മൾ ഒരു കർമ്മം ചെയ്തതിനാൽ ഇന്നത് എനിക്ക് വേണം, ഇന്നത് ചെയ്ത് ഇന്നതിനാണ് എന്ന് ചിന്തിക്കേണ്ട. നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പോവുക, അന്നന്ന് കണ്ടാലേ വാഴ്ത്തി പോവുക. അപ്പം എത്രയും പുണ്യങ്ങൾ ചെയ്തതിന് വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ, വിത്തം ധനം കൊണ്ടൊക്കെ ഞാൻ യജ്ഞങ്ങൾ ചെയ്യുന്നു, ദാനം ചെയ്യുന്നു. ദുർഗതി നീക്കി സുഖിച്ച് വസിക്കണം, എനിക്ക് ദുഃഖങ്ങളെല്ലാം പോകട്ടെ, സുഖിച്ച് നീ കഴിയണം. എന്താ അജ്ഞാനികളുടെ രീതി? അജ്ഞാനികളാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. സ്വർഗം ഗമിച്ചെന്ന് കൽപ്പിച്ചിരിക്കവേ അങ്ങനെ സ്വർഗത്തിലേക്ക് ഞാൻ പോകും എന്ന് നമ്മൾ കൽപ്പിച്ചിരിക്കും. മൃത്യു ഭവിച്ച് സുഖിച്ച് വാഴും. ഇങ്ങനെ സ്വർഗത്തേക്ക് ഞാൻ നല്ല കർമ്മങ്ങളാണ് ചെയ്തത്, എനിക്ക് ഭാഗ്യമാണ്, ഞാൻ ആരാ, ഞാൻ എല്ലാവരും സഹായിക്കുന്നു, ഞാൻ അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നു, ഞാൻ ഇന്നർക്ക് ഇന്നത് ചെയ്ത് കൊടുക്കുന്നു, ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞ് സുഖിച്ചിങ്ങനെ വാഴുന്ന സമയത്ത് എന്ത് വരും? മൃത്യു ഭവിക്കും. സമയങ്ങളിങ്ങനെ കഴിഞ്ഞ് പോകുമ്പം എപ്പോഴാണ് മരണമെന്ന് മരണത്തെ പറ്റി അവർ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. അവർ ഈ ലോകത്തുള്ള ഈ സർവ്വ ആഡംബരങ്ങളെ പറ്റിയും ഞാൻ സുഖിക്കണം, ഞാൻ എല്ലാവരും ചെയ്യുന്നുള്ള ചിന്ത മാത്രമേ വന്നുള്ളൂ. അവർ മരിക്കാനുള്ള ചിന്ത അവർക്ക് വന്നോ? നമുക്കെല്ലാവർക്കും എന്താ ചിന്തിക്കേണ്ടത്? ഭഗവാനെ എപ്പോഴാ മരണം, അവിടേക്ക് എന്നെ അവിടെ ഭഗവാൻ ഇടയ്ക്ക് ചേർക്കണേ, എൻ്റെ ദോഷങ്ങളെല്ലാം ഞങ്ങളുടെ പാപങ്ങളെല്ലാം തീർത്ത് ഭഗവാനെ ഞങ്ങളെ മോക്ഷം തരണേ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇതുവരെയെങ്കിലും ഈ പറഞ്ഞ വ്യക്തിക്ക് ഈ മഹാമുനി പറഞ്ഞു കൊടുത്തതിനകത്ത് ഇങ്ങനെ ഉള്ളവരുടെ കാര്യം അവിടെ ചിന്തിച്ചോ ആരെങ്കിലും? ആരും മരണത്തിൽ ഞാൻ ഒരിക്കലും മരിക്കത്തില്ലെന്നാണ് എല്ലാവരുടെയും വിചാരം. അജ്ഞാനികൾ അങ്ങനെയാണ്. പക്ഷെ ഒരു ജ്ഞാനി അങ്ങനെയല്ല, എപ്പോഴും അത് ഓർക്കും. അത് നമ്മൾ തയ്യാറെടുക്കണം. അപ്പോൾ നമുക്ക് ഭയമില്ലാതെ, നമ്മളെ മരണം എപ്പോഴും നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ നമ്മളതിന് തയ്യാറെടുക്കൊണ്ടേയിരിക്കും. അന്നേരം നമുക്ക് ഭയം ഉണ്ടാകത്തില്ല. ഈശ്വരനിലേക്ക് ആ ഓർമ്മ ഉള്ളിലിരിക്കും, സ്മൃതി. എപ്പോഴും മരണത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ എന്ത് വരും? നമുക്ക് ഭഗവാനിലേക്ക് ചേരാനുള്ള ഒരു മനസ്സാണ്, അതിനാണ് നമ്മൾ ഓർക്കുന്നത്, അല്ലാതെ ഭയക്കാനല്ല ഓർക്കുന്നത്. ഭഗവാനെ ജനിച്ചാൽ നമ്മൾ മരിച്ചേ പറ്റൂ. ഓരോ ദിവസം ചെല്ലുമ്പോഴും മരണത്തേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. ദിവസേന നമ്മളെല്ലാം ചിന്തിക്കും. ആഹാരം ഒരു നേരം കഴിക്കും, നമ്മളെ മരണം നമ്മൾ ചിന്തിച്ചിട്ട് ഭഗവാനെ എപ്പോഴാ മരണം എന്നറിയത്തില്ല, എപ്പോഴും കാത്തോളണേ ഇത് നമുക്ക് പറയണ്ടേ. അപ്പോഴെന്ത് വന്നു? അങ്ങനെ ഇവർ സുഖിച്ച് ഇങ്ങനെ കഴിയുമ്പോൾ മൃത്യു ഭവിച്ചു. സുഖിച്ചു പാടുന്ന അങ്ങനെ ഇരിക്കണം എന്നാവട്ടെ ചിന്ത. ഉത്തമാംഗം കൊള്ള വീഴും അധോ ഭൂവി. എന്തോ സുഹൃതം ചെന്നിട്ടിരിക്കുക, ഇവിടെ പോയി അപ്പം മൃത്യു എന്നാ പറഞ്ഞാൽ അവിടെ മോക്ഷം നല്ല രീതിയിൽ പറഞ്ഞത്. മൃത്യു ഭവിച്ചു. ഉത്തമാംഗം നമ്മുടെ ഈ ഉച്ചി എവിടെ പോയി വീഴും? അധോ കുത്തനെ അങ്ങ് വീണ് പാതാളത്തിലേക്ക് പോയി. അവർ ജീവിച്ചത് എങ്ങനെയാ? ഈശ്വരനെ അറിഞ്ഞു. അപ്പോൾ എങ്ങനെ സംഭവിച്ചു? ആഗ്രഹിച്ചിരിക്കുക ഞാൻ എല്ലാം വാരി കൂട്ടി സുഖിച്ച് കഴിയുന്ന ഞാൻ സ്വർഗത്തിലേക്ക് പോയോ? എവിടെ പോയി? അതായത് കീഴോട്ട് താഴേക്ക് പതിച്ചു. മുകളിൽ സ്വർഗത്തിലേക്ക് പോയോ? നരക കുഴിയിലേക്ക്, പാതാളത്തിലേക്ക് പോയി. ഉത്തമാംഗം കൊള്ള വീഴും അധോഭൂവി. പുണ്യം ഒടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലേ. അങ്ങനെ അധോഭൂവിക്ക് പോയിട്ട് പിന്നെ ഒടുക്ക എന്ത് വരും? അവരെന്തെങ്കിലും അല്പം പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്താ? പുണ്യം ഒടുങ്ങിയാൽ പിന്നെ ഇന്ദുതൻ മണ്ഡലേ, ചന്ദ്രമണ്ഡലത്തിൽ പോയിട്ട് ചെന്ന് പതിച്ച് നീഹാര സമേതനായി മഞ്ഞൊക്കെ കൊണ്ട് വീണ്ടും ഭൂമി പതിച്ച് ശാല്യാദികളായി ഭവിച്ച് ആമോദം ഉൾക്കൊണ്ട് വാഴും ചിരതരം. കുറച്ച് നാൾ അങ്ങനെ കഴിയും. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും. ബലാൽ എന്നതിൽ ഒന്ന് രേതസ്സായി ചമഞ്ഞത് എന്ന് സീമന്തിനി യോനിയിലായി വരും. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് ഭൂമിയെ കിടന്ന് നരകച്ചുരം ഏതെങ്കിലും ഒരു യോനി ചെന്ന് നമ്മൾ എന്താണ് ആർജിച്ചത് അതിന് തക്കതായ ഒരു യോനി എപ്പോൾ കണ്ടിട്ട് അപ്പോൾ അതിൽ ആ ഗർഭപാത്രത്തിൽ ചെന്ന് ചേരും. നമ്മൾ സുഹൃതമാണ് ചെയ്തെങ്കിൽ ഇങ്ങനെ അധോഭവി പോകത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ളവർക്ക് പറ്റിയ യോനിയിലേക്ക് ചെന്ന് വീഴും.
ഗർഭപാത്രത്തിൽ. അപ്പോൾ ചെന്ന് സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോട് സംയുക്തമായി വന്ന് താനെ ജരായു പരിവേഷിതവുമാം ഏകദിനേന കലർന്നു കലലമാ ഏകീഭവിച്ചാൽ അതും പിന്നെ മെല്ലവേ അങ്ങനെ എല്ലാം കൂടെ ഉള്ളിൽ കിടന്ന് കലങ്ങി എല്ലാം കൂടെ ഒരു പിണ്ടം ഇതാവും. എനിക്കറിയത്തില്ല, ഇതിനകത്ത് കിടക്കുന്ന ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുള്ളതേ ഉള്ളൂ. ഒരു കുഞ്ഞ് ആദ്യം ജനിക്കുന്നതൊക്കെയാണ്. അങ്ങനെ ഏകദിനേന കലർന്ന് കലലമായി ഏകീഭവിച്ച് എല്ലാം കൂടെ ചേർന്ന് രക്തവും അതും ഇതൊക്കെ ചേർന്ന് വന്ന് ഏകീഭവിച്ചിട്ട് പിന്നെ മെല്ലവേ പഞ്ചരാത്രി 5 രാത്രി കൊണ്ട് ബുൽബുദാകാരമാം 5 ദിനം കൊണ്ട് പിന്നെ യഥാക്രമം. അപ്പം 5 ദിനം കൊണ്ട് പിന്നെ അങ്ങനെ ആദ്യം 5 രാത്രി കൊണ്ട് ബുൽബുദാകാരമാം, പിന്നെ 5 ദിനം കൊണ്ട് പിന്നെ യഥാക്രമം മാംസ പേശിത്വം ഭവിക്കും. അത് മാസം അർദ്ധകാലിന് പിന്നെയും മെല്ലവേ, അതായത് 15 ദിവസമാണല്ലോ അർദ്ധമാസം, പകുതി മാസം. അങ്ങനെ കാലിന് പിന്നെയും മെല്ലവേ പേശി രുധിര പരിപ്ലുതമായി വരും. പേശികളും രുധിരം രക്തവും അതെല്ലാം പരിപ്ലുതമായി വരും. ആശു തസ്യ അങ്കുരോൽപത്തിയും വരും. അങ്ങനെ ഉള്ളിൽ കിടന്ന് വളരുന്നതൊക്കെയാണ്. പിന്നെ ഒരു 5 രാത്രിയാൽ പിന്നെ ഒരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും. അങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖപങ്ക്തിയും ഗുഹ്യം അറിയാമല്ലേ, സന്ധിക്കും ചിലരുടെ സന്ധിയാവും. നഖപങ്ക്തികളൊക്കെ ഇങ്ങനെ എല്ലാം ഉണ്ട്. ഗുഹ്യം സന്ധിക്ക് നാസിക, മൂക്ക്, കർണം, ചെവി, നേത്രം, കണ്ണ്. 5 മാസം കൊണ്ട് 6 മാസേ പുന, 5 മാസം കൊണ്ട് 6 മാസേ പുന. കിഞ്ചന പോലും പിഴയാതെ ദേഹിന കർണയോ ഛിദ്രം ഭവിക്കും. അതിസ്ഫുടം ചെവിയിൽ ഒരു ദ്വാരം, നമുക്ക് ചെവി കേൾക്കുന്ന ദ്വാരം വീഴും. കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം. പിന്നെ മേഢ്രോ ഉപസ്ഥ നാഭി പായുക്കളും, അതായത് ലിംഗം, യോനി, പൊക്കിൾ, മലദ്വാരം ഇതൊക്കെ 7 മാസം ഭവിക്കും. പുനരുടൻ ഗുപ്തമായൊരു കേശരോമങ്ങൾ, തലയിൽ രോമങ്ങൾ, മുടികൾ. 8 മാസി ഭവിക്കും പുനരപി പുഷ്ടമായിടും ജഠര സ്ഥലാന്തരി. 9 മാസേ വളരും ദിനം പ്രതി. കമ്പം കരചരണാദികൾക്കും വരും. കമ്പം അനക്കം, കൈയിട്ട് ഇവിടെയൊക്കെ മുട്ടി എന്ന് പറയുമല്ലേ. പഞ്ചമേ മാസി ചൈതന്യവാനായി വരും. അഞ്ജസ ജീവൻ ക്രമേണ ദിനേ, അതായത് 5 മാസം കഴിയുമ്പം കുട്ടിക്ക് ചൈതന്യമുണ്ട്. ഭൂമിയിൽ വന്നതിന് ശേഷമേ അതിൻ്റെ ചൈതന്യം മാറുള്ളൂ. ഈ ഉള്ളിൽ കിടക്കുമ്പോൾ കുട്ടിക്കല്ല, അത് ഈശ്വരൻ്റെ ഒരു ഇതാണ്. ഭൂമിയിൽ വന്നപ്പോഴേ ഈ ഇത് വരും, മായ. ഈ ചോറ് കൊടുത്തതിന് ശേഷം കണ്ടാന്ന് തോന്നുന്നു. അതുവരെ കുട്ടിക്ക് ദൈവികമുള്ള കുട്ടി അങ്ങനെ അതിലുണ്ട്. അതായിരിക്കും നീ പറയുന്നെങ്കിൽ തോന്നുന്നു. അത് 5 മാസം കൊണ്ട് ചൈതന്യവാനായി വരും. അഞ്ജസ ജീവൻ ക്രമേണ ദിനം തോറും ഇങ്ങനെ പതുക്കെ. എന്നിട്ട് നാഭി സൂത്രാൽ പരന്ത്രേണ മാതാവിനാൽ, നാഭി പിന്നെ പൊക്കിൾ വള്ളിയിലെ ചെറിയ സുഷിരത്തിൽ കൂടി, സൂത്രം വെച്ചാൽ ഇതാണ് സുഷിരത്തിൽ കൂടിയുള്ള വള്ളി, സൂത്രം, നാര്, പൊക്കിളിൻ്റെ ഒരു വള്ളി, അത് നാഭി പൊക്കിളിൽ കൂടി സൂത്രാൽ പരന്ത്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്ത അന്നരസത്തിനാൽ മാതാവ് കഴിക്കുന്ന ആഹാരങ്ങളുടെ രസം വർദ്ധതയെ ഗർഭമായ പിണ്ഡം. ആ കുട്ടിക്ക് മാതാവിൽ നിന്ന് കിട്ടുന്ന രസമാണ്. നമ്മൾ എന്ത് കഴിക്കുന്നു അതിൻ്റെ രസം. മൃത്യു വരാ നിജകർമ്മ ബലത്തിൽ. അങ്ങനെ കുട്ടി വയറ്റിൽ കിടന്ന് മരണപ്പെടാതെ കർമ്മബലം കൊണ്ട്, ആ കുട്ട കർമ്മത്തിൻ്റെ ബലം പോലിരിക്കും അതിൻ്റെ ജീവൻ്റെ ദൈർഘ്യം. ചില കുട്ടികൾ എന്താണ് വയറ്റിൽ കിടന്ന് മരിച്ചു പോണത്, ബലമില്ല, ആയുർബലമില്ല, എന്തോ ചില ദോഷങ്ങൾ കൊണ്ട് അങ്ങനെ വരാം. നമ്മൾ പലരും കുട്ടി മരിച്ചുപോയി വയറ്റിൽ കിടന്ന് പറയത്തില്ലേ. അതുകൊണ്ട് മൃത്യു വരാന്ന് വെച്ചാൽ കർമ്മബലത്തിൽ ആ കുട്ട കർമ്മബലം പോലെ ഇരിക്കും. നല്ല കർമ്മങ്ങൾ ചെയ്ത് ബലപ്പെടുത്തുന്ന അതിൻ്റെ ഇതാണെങ്കിൽ അതിന് നല്ല ആയുസോടുകൂടി നല്ല ബലത്തോടുകൂടി ഇതായി വരും. അതുകൊണ്ട് പൂർവ്വജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ച് ദുഃഖിച്ച് ജഠര വന്യപ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിയ. ഇതൊക്കെ ഇങ്ങനെ എനിക്കിതിനെപ്പറ്റി യഥാർത്ഥം പറയാൻ ഞാൻ എന്തോ പറയുന്നതേ ഉള്ളൂ. എനിക്കിത് അറിഞ്ഞുകൂടല്ല, വായിച്ചിട്ട് ശീലവും ഇല്ല. അങ്ങനെ 10,100,000 യോനികൾ ജനിച്ച് എത്ര കർമ്മങ്ങൾ അനുഭവിച്ചാൽ അങ്ങനെ ഒന്നങ്ങനെ വന്ന് വീണ്ടും ഇത് തന്നെ, വീണ്ടും ഇതുപോലെ അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ജനിച്ചിട്ട് ഇങ്ങനെ കർമ്മങ്ങൾ വാരിക്കൂട്ടി വീണ്ടും പോയി അവിടെയൊക്കെ നടന്നിട്ട് വീണ്ടും വേറെ യോനി ചെന്ന് വീണ്ടും ഇങ്ങനെ 100,000 യോനികളിൽ ജനിച്ച് എത്ര കർമ്മങ്ങൾ അനുഭവിച്ചതിനകം ഇതിനകം വെച്ച് എത്രമാത്രം കർമ്മങ്ങളുടെ ദുഃഖമായാലും സുഖമായാലും അനുഭവിച്ച് കഴിയുന്നു. പുത്രധാരാദി ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞതു. എത്രമാത്രം മക്കളും എന്തൊക്കെയാണ് നമ്മൾ അതിനകത്ത് വെച്ച് ആവുന്നത്. അപ്പം എത്ര
പുത്രധാരാദി ബന്ധുക്കൾ സംബന്ധവും എത്ര എത്ര കല്യാണം കഴിഞ്ഞ് എത്ര മക്കളെ പ്രസവിക്കും, ഇതിനിടയ്ക്കൂടെ എത്ര 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 അമ്മമാർ വന്നു, എല്ലാം കൊണ്ട് നോക്ക് എത്ര 100,000 കോടി കഴിഞ്ഞത്. നിത്യവും ഭരണൈക സക്തനായി എപ്പോഴും കുടുംബഭരണം അതാണ്. അതിൽ സക്തത എന്ന് മാറുന്നു, അതൊരു ഇത് തന്നെയാണ്. ഈ സക്തത കുടുംബനാഥനോ അല്ലെങ്കിൽ കുടുംബനാഥയോ അല്ലെങ്കിൽ മക്കളോ എന്നുള്ള ആ ശക്തി കൂടുന്തോറും നമുക്കത് വിട്ടുപിരിയത്തില്ല. ഈ ജനനവും മരണവും വിട്ടുപിരിയത്തില്ല. സൽക്കർമ്മങ്ങൾ ചെയ്ത് പരമാത്മാവിൽ മോക്ഷം പ്രാപിച്ചല്ലാതെ ജനന മരണം ഒരിക്കലും ഒഴിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ശക്തി കുറയ്ക്കണം, ശക്തി ഇല്ലാതാക്കണം. എല്ലാവരിലുള്ള സംഘം അതാണ് ഇവിടെ നിത്യം കുടുംബ ഭരണൈക സക്തനായി വിത്തം അന്യായമായി ആർജിച്ച് അന്യോഹം. നമ്മൾ അന്യായമായ ധനങ്ങൾ ആർജിച്ചു വെക്കും, നേരായ മാർഗങ്ങളല്ലാതെ. അതൊക്കെ കർമ്മദോഷങ്ങളല്ലേ. അങ്ങനെ വിത്തം അന്യായമായി ആർജിച്ചത് അന്യോഹം. വിഷ്ണു സ്മരണയും ചെയ്തുകൊണ്ടില്ല ഞാൻ, വിഷ്ണുവിനെ ഒന്ന് ഓർത്തത് പോലുമില്ല. കൃഷ്ണകൃഷ്ണനെ ജപിച്ചത് ഒരിക്കലും ഒന്ന് ജപിച്ചത് പോലുമില്ല. തൽഫലം എല്ലാം അനുഭവിച്ചു കിടന്നത് ഇപ്പോൾ ഇവിടെ കിടന്ന് ഞാനിങ്ങനെ. അപ്പോൾ എന്താ ഇവിടെ ഇങ്ങനെ കിടന്ന് ഇപ്പോൾ ഇവിടെ കിടന്ന് ഞാനിങ്ങനെ അപ്പോൾ ഈ കുട്ടി ചിന്തിക്കുന്നതാണ് ഞാൻ അങ്ങനെ. ഈ കുട്ടി ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ എന്ത് ചിന്തിക്കുന്നറിയാമോ? ഇതെല്ലാം ഞാൻ ചെയ്യാമെന്നാണ് പറയുന്നത്. വയറ്റ് കിടക്കുമ്പോൾ ഒരു ദുഃഖമുണ്ട്, ഞെളിഞ്ഞും പിരിയും കുനിക്കല്ലേ കിടക്കുക, അതിന് വല്ല സ്വാതന്ത്ര്യമുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനോ വല്ല ഒരു എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഗർഭപാത്രത്തിൽ നിന്ന് അത് ഈ കുട്ടി തന്നെ ചിന്തിക്കും, ഇപ്പോൾ തൽഫലമെല്ലാം ഞാൻ അനുഭവിച്ചിടുന്നത് ഇപ്പോൾ ഇവിടെ കിടന്ന് ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്ന് ബാഹ്യസ്ഥരെ ഞാൻ ഇവിടുന്ന് എന്നാ വെളിയിലേക്ക് വെളിയിൽ വരുന്നത് കെൽപ്പോടെ എനിക്ക് പുറപ്പെട്ടു കൊള്ളാം. ഞാൻ ശക്തിയോടുകൂടി ഞാൻ എപ്പോഴാണ് ഇങ്ങനെ വെളിയിലോട്ട് വരുന്നത്? ഈ ഉള്ളിൽ നിന്ന് ദുഷ്കർമ്മം ഒന്നുമേ ചെയ്യുന്നതില്ല, ഞാൻ ഒരു ദുഷ്കർമ്മവും ചെയ്യത്തില്ലെന്ന് കുട്ടി വയറ്റ് കിടന്ന് പറയും. അവർക്ക് അതിനുള്ള ഇതുണ്ട്, ഈ ഈശ്വരശക്തിയുള്ള ആ സമയങ്ങൾ. അപ്പോൾ ഇതെല്ലാം അത് ചിന്തിച്ച് പറയുന്നത്, ദുഷ്കർമ്മം ഒന്നുമേ ചെയ്യുന്നതില്ല ഞാൻ, സൽക്കർമ്മ ജാലങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ, ഞാൻ സൽക്കർമ്മങ്ങളേ ഞാൻ ചെയ്യത്തുള്ളൂ. ജാലം കൂട്ടം സൽക്കർമ്മങ്ങളല്ലാതെ അത്രത്തോളം ഞാൻ സൽക്കർമ്മങ്ങളേ ചെയ്യത്തുള്ളൂ. നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞ് മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നും. ഞാൻ ഭഗവാൻ നാരായണ സ്വാമി അല്ലാതെ ഞാൻ ആരെയും പൂജിക്കയില്ല. ഇത്യാദി ചിന്തിച്ച് ജീവനും ഭക്തിയ ഭഗവത് സ്തുതി തുടങ്ങി ഞാൻ ഉള്ളിൽ കിടന്ന് കുട്ടി ഇങ്ങനെ സ്തുതിക്കുക. ഞാൻ നാരായണസ്വാമി അല്ലാതെ ആരെയും പൂജിക്കില്ല, ഞാൻ പുണ്യകർമ്മങ്ങളേ ചെയ്യൂ. അങ്ങനെ ഇത്യാദിയൊക്കെ ചിന്തിച്ച് ജീവനും ഭക്തിയ ഭഗവത് സ്തുതി തുടങ്ങിയത് ഞാൻ 10 മാസം തികയും വിധവ് ഭൂതലേ. 10 മാസം വരെ ഇങ്ങനെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. 10 മാസം തികയുന്ന വിധവ് ഭൂതലേ, ഭൂമിയിൽ ചിത്ത താപേന പിറക്കം വിധി വെച്ചാൽ ചിത്തമൊക്കെ അത്രമാത്രം ദുഃഖത്തോടെയാണ് പിറക്കുന്നത്. കാരണം എങ്ങനെയായാലും തള്ളയ്ക്കും പുള്ളയ്ക്കും ഉണ്ട് വേദന. കുഞ്ഞ് ദുഃഖിച്ചൊക്കെ ആയിരിക്കും കൂടെ സ്ഥലമില്ലാത്തതൊക്കെ ഇറങ്ങി ഒക്കെ വരുന്നത്. അപ്പോൾ ചിത്തം മനസ്സങ്ങനെ വിഷമിച്ച് ദുഃഖത്തോട് പിറന്ന് വിധിവശാൽ അങ്ങ് വെളിയിൽ വന്നു. സൂതിവാദത്തിൻ ബലത്തിനാൽ ജീവനും ജാതനാം യോനി യന്ത്രേണ പീഡാനിതം. യോനി കൂടി രന്ധ്രം ദ്വാരം, അതിൽ കൂടെ ഒരു കുട്ടിക്ക് വരാൻ പറ്റാത്തതിൽ കൂടെ അത് കഷ്ടപ്പെട്ട് എങ്ങനെയും ഈ വന്നാലോ പീഡ അനുഭവിക്കണം. അത്രമാത്രം ദുഃഖം ആ കുട്ടിക്കും ഉണ്ട്. പീഡാന്വിതം ബാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്ത് ചൊല്ലാതെ. അങ്ങനെ കുട്ടി വെളിയിൽ വന്നാലോ വീണ്ടും എന്താ ദുഃഖം? കൈ പിടിക്കുന്നു, വളയ്ക്കുന്നു, തിരിക്കുന്നു, കാലെ പിടിച്ച് മേലോട്ട് വലിക്കുന്നു, നാക്ക് അങ്ങോട്ടിടുന്നു, മുഖം ഒട്ടിക്കുന്നു. എന്തൊക്കെയാ ആ തള്ള ചെയ്യുന്നത്? തള്ള അല്ലെങ്കിൽ മറ്റാരും കൊണ്ടെങ്കിലും കുട്ടിക്ക് ശരീരത്തിന് എന്തൊക്കെയോ വേണമെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കുട്ടികളെ ചെയ്യും. കുഞ്ഞിനറിയില്ലല്ലോ, അപ്പോഴും ദുഃഖമാണ്. ഭൂമിയിൽ വന്നാലും രക്ഷാകർത്താക്കളെ കൊണ്ട് ദുഃഖമാണ്. അങ്ങനെ ബാല്യമാനോപി അങ്ങനെ സംരക്ഷിക്കപ്പെട്ടാലോ ബാല്യമാനോപി മാതാപിതാക്കന്മാരിൽ ബാല്യാദി ആ കുഞ്ഞു സമയത്ത് ദുഃഖങ്ങൾ എന്ത് ചൊല്ലാവുന്നത് അപ്പോഴും കുഞ്ഞിന് ദുഃഖമാണ്. യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും. പിന്നെ അത് കഴിയുമ്പോൾ യൗവന ദുഃഖമായി. എന്ത് ദുഃഖമാണ് യൗവനത്തിൽ വരുന്നത്? ഉത്തരവാദിത്തങ്ങളാവുന്നത്, എന്തെല്ലാം വിഷമം, മക്കളെ കൊണ്ട് ദുഃഖം, ഭാര്യയെ കൊണ്ട് അല്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും. പിന്നെയോ വാർദ്ധക്യം വന്നാൽ അതിനേക്കാൾ നെണിച്ച് നടക്കാൻ വയ്യ, പല്ലില്ല ചവയ്ക്കാൻ, ജരാനര, കണ്ണു കാണാൻ വയ്യ, എന്തെല്ലാം അസ്ഥിവേദന, ഇങ്ങനെ ദുഃഖങ്ങളാകുന്ന രോഗങ്ങളാകുന്ന ഇങ്ങനെ വാർദ്ധക്യത അതിനേക്കാളും. എന്നിട്ട് സർവവും ഓർത്തോളം ഏതും സഹിതം ഓർത്താൽ പൊറുക്കത്തില്ല കൂട്ടുകാരെ സഖേ എന്ന് പറയുന്നു. അങ്ങനെ ഇതെല്ലാം ആർക്ക് കൊടുക്കുന്ന ഉപദേശമാണെന്നറിയാമോ? നമുക്ക് ഇത് തരുന്നതാണ്. ഇതിപ്പം കൊടുക്കുന്ന മഹാമുനി സമ്പാദിക്ക് എന്താ എനിക്ക് എങ്ങനെയാ ഇതിന് മുന്നോട്ട് പോകുന്നത്, ഈ ചിറക് ഇല്ലല്ലോ, അതിനുള്ള പരിഹാരം ചോദിച്ചപ്പോൾ ഇത് ഉപദേശങ്ങളാണ് കൊടുക്കുന്നത്. എന്നിട്ട് നിന്നാൽ അനുഭൂതമായുള്ളത് എന്തിന് വർണ്ണിച്ച് ഞാൻ പറയുന്നു വൃഥാ ബലാൽ. നിന്നാൽ അനുഭൂതമായുള്ളത് നിനക്കിപ്പോൾ അനുഭവമായിട്ടിരിക്കുമല്ലോ, നിനക്ക് ചിറകില്ലല്ലോ, അതുകൊണ്ട് നിനക്കിതെല്ലാം അറിയാൻ ഞാൻ ഇതൊക്കെ വർണ്ണിക്കുന്നേ, ഞാൻ പറയുന്നത് വൃഥാ ബലാൽ. അതുകൊണ്ട് ദേഹോഹം എന്നുള്ള ഭാവനയാ മഹാമോഹന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്ത് വേണം? ദേഹം എന്നുള്ള
അഹം ഞാൻ, അഹം ഞാൻ ഇതാണ്, എന്താ ദേഹമാണ് എന്ന് ചിന്തിച്ച അഹങ്കാരം. അത് ഈശ്വരനാണ് നമ്മുടെ ഉള്ളിലുള്ളത്, ദേഹം ഒന്നും അല്ല എന്ന് ചിന്തിക്കണം. അപ്പോൾ ഈശ്വരൻ്റെ നിശ്ചയം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നത്. ഈശ്വരനാണ് നമ്മളെ വഴി നടത്തുന്നതെന്ന് ചിന്തിക്കുമ്പോൾ നമ്മളവിടെ താഴും, അഹങ്കാരം വരത്തില്ല. എൻ്റെ ഉള്ളിൽ പരമാത്മാവുണ്ട്, ഭഗവാന് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാവൂ, നമ്മുടെ കൈയും കാലൊക്കെ വേണ്ടുന്ന നന്മയെ ചെയ്യാവൂ. എന്താ ഉള്ളിൽ ആരാ ഉള്ളേ? ഞാൻ ആരാ? ഈശ്വരൻ. അപ്പം നമുക്ക് എല്ലാം ഈശ്വരനെ നിശ്ചയിച്ച് ഈശ്വരൻ്റെ അരുളപ്പാടനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയണം. അതാണ്. അപ്പം ദേഹം ഞാനുള്ള അഹങ്കാരം, ഇതെന്താ? ഈശ്വരനുള്ള ചിന്ത അറിയില്ല. കൃഷ്ണ രാമ എന്ന് വിളിക്കുന്നില്ല, ഭഗവാനെ പ്രാർത്ഥിക്കുന്നില്ല, മനസ്സിൽ ഓർമ്മയില്ല. പിന്നെ എങ്ങനെയാ? അതുകൊണ്ട് ദേഹോഹം, ദേഹം ഞാൻ, ദേഹോ അഹം, ദേഹം ഞാൻ എന്നുള്ള ഭാവനയ മഹാമോഹേന, അതിഭയങ്കരമായ ആഗ്രഹത്തോടെ എന്തൊരു സൗഖ്യ ദുഃഖങ്ങളുണ്ട്, സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. ഈ ലോകത്ത് സുഖം ചിലപ്പോൾ കൂടിയിരിക്കും, ചിലപ്പം ദുഃഖം കൂടിയിരിക്കും. ഇതെല്ലാം നമ്മുടെ കർമ്മഫലം പോലെയാണ് ഇരിക്കുന്നത്. ചിലപ്പം ദുഃഖം മാത്രം കാണുന്ന, അത്രമാത്രം തെറ്റുകളായിരിക്കും ചെയ്തു വെച്ചേക്കുന്നത്, പുണ്യം ഒന്നും ചെയ്ത് കാണത്തില്ല. അപ്പോൾ നമ്മൾ എന്താ അനുഭവിക്കുന്നത്? ചിലർ എന്നും ദുഃഖമേ ഉള്ളെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? ചിലർ പറയും, ചിലർക്ക് നമുക്ക് അറിയാം എന്നും സുഖം, അവർക്കൊരു ദുഃഖവും ഇല്ലല്ലോ എന്ന്. എന്താ കാരണം? അവരുടെ അത് ദൈവം കൊടുക്കുന്നതല്ല, അവർ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് അവരവർ അനുഭവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള മോഹം, ദേഹോഹം എന്നുള്ള ഭാവനയ മഹാമോഹന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങൾ ജന്തുവർഗവും ഉത്ഭവനാശവും ദേഹമൂല സഹി. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗവും ഉത്ഭവനാശവും. അപ്പം ജന്തുക്കളാൽ ഉത്ഭവിക്കുന്ന അങ്ങനെ നശിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ദേഹം മൂലം സഹി. നമ്മളെല്ലാം ഇതെല്ലാം അനുഭവിച്ച് ദേഹത്തിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ്. സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാൽ പരം മേലെ ഇരിപ്പതാത്മാ പരൻ കേവലൻ. സൂക്ഷ്മാത്മക ദേഹദ്വയാൽ പരം മേലെ ഇരിപ്പതാത്മാ പരൻ കേവലൻ. ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ച് മോഹം അകന്ന ആത്മജ്ഞാനെ വാഴുക നീ. നമ്മളെ ദേഹാദികളിലെ മമത്വം, എൻ്റേന്നുള്ള മമത്വം, ഇതൊന്നും ഇതെൻ്റെതാണ്, ഇതെൻ്റെ കുട്ടിയാണ്, ഇതെൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ വീടാണ്, ഞാൻ എൻ്റെ ഭാര്യ, ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ, ഇതാണ് ദേഹോഹം മോഹം. അപ്പോൾ എന്താ? ഭാര്യ എന്നുള്ള മോഹം, ഭർത്താവ് എന്നുള്ള മോഹം, മക്കൾ നാളെ എങ്ങനെയാണ്, ഇതെങ്ങനെ അത് കെട്ടല്ലേ, മമത്വമല്ലേ? ഇത് രണ്ടെന്നുള്ളതല്ലേ, ഞാനും നീയെന്ന്. ഇപ്പം വന്ന് അച്ഛനെയും അമ്മയും പോലും മാറ്റി നിർത്തുവാണ്. ഇന്ന് അത്രമാത്രം നശിച്ചിരിക്കുന്നു. പല രക്ഷാർത്താക്കളിൽ കാട്ടിലും മലയിലും തള്ളിക്കളയുക, കൊല്ലുക. ഞാനും എൻ്റെ ഭാര്യയും മക്കളും, നിങ്ങൾ ഈ കുടുംബത്തുള്ളവരല്ലാത്ത രീതിയിൽ തള്ളുന്നതിനെയും കളയുവാണ്. എന്താ? മമത കൊണ്ടല്ലേ, സ്വാർത്ഥത കൊണ്ടല്ലേ. അച്ഛനമ്മയെ പോലും അന്യതാക്കുന്നു. അത്രമാത്രം മമത കൂടുന്നു ഇന്നത്തെ കുടുംബം, അങ്ങനെയായി മാറുന്നു. അപ്പോൾ അവിടെ ദൈവികമുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ മമത. മാത്രമല്ല ഇങ്ങനെയുള്ള ദുഷ്പ്രവൃത്തികളൂടെ ചെയ്യുന്നു. എൻ്റേതെന്നാകുമ്പോൾ അച്ഛനമ്മയും കൂടെ നോക്കണ്ടേ? അതില്ല. അവിടെ അവരന്യവരാകുന്നു. അവിടെ ദുഷ്പ്രവൃത്തിയുണ്ട്, മമതയുണ്ട്, ഭാര്യ മക്കളുടെ മമത. അപ്പോൾ എന്ത് വരുന്നു? ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ച് എൻ്റെ കൈയൊക്കെ മോശമായോ, മുഖമൊക്കെ വല്ലതൊക്കെ ഇട്ട് തേക്കണോ, നല്ല കറുത്തല്ലേ, കണ്ട് അവിടെ എല്ലാം കറുപ്പടിച്ച്, വയസ്സായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഇങ്ങനെയൊക്കെ ആയോ, എൻ്റെ മുടിയൊക്കെ അങ്ങ് നരച്ചോ, ഇങ്ങനെയുള്ള മമത. എൻ്റെ ദേഹത്തെ നോക്കുക. ഞാനെന്നുള്ളത് അതിനകത്തുണ്ട്, യഥാർത്ഥമായ ജ്ഞാനി ഞാൻ. ആ ഞാൻ ഇതിനകത്തുള്ളപ്പോൾ നമ്മൾ ഈ ദേഹത്തിന് എന്തിനും മൈൻഡ് ചെയ്യണം? അതിൽ നല്ല ഒരു വസ്തു അതിലുണ്ട്, പരബ്രഹ്മമൂർത്തി. അപ്പോൾ എന്ത് വന്ന്? ദേഹാദികളിൽ മമത്വം ഉപേക്ഷിച്ച് മോഹം അകന്ന് ആത്മജ്ഞാനെ വാഴുന്നത്. ഇങ്ങനെയുള്ള മോഹങ്ങൾ എൻ്റേതെന്നുള്ള എനിക്ക് കണ്ണൊന്നും കാണാം, ഞാൻ ഈ വയസ്സ് മരിക്കാറൊക്കെ ആയോ, ആഗ്രഹം ഒരിക്കലും തീരുന്നില്ല, മരണമെന്നുള്ള ചിന്തിക്കേ ഇല്ല, മരിക്കുള്ള ഓർമ്മ പോലും വരത്തില്ല. ഒരിക്കലും വയസ്സായിട്ടില്ല, എനിക്ക് ഈ ഉള്ള കാലവും ഞാൻ ഈ ഭൂമി തന്നെ കാണും. ഇതാണ് അജ്ഞാനിയുടെ ലക്ഷണം. ഒരിക്കലും അവർക്ക് മരണമെന്നുള്ള ചിന്തിക്കത്തേയില്ല. അങ്ങനെ ഇരിക്കും, അടക്കുന്നത് ഉച്ചം കുത്തി താഴേക്ക് പോകും. അതുകൊണ്ട് മോഹം അകന്ന് ആത്മജ്ഞാനായി വാഴുക നീ. ശുദ്ധം സദാ ശാന്തം ആത്മാനം അവ്യയം ബുദ്ധം പരബ്രഹ്മം ആനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകളാത്മകം ഈശ്വരം അച്യുതം സർവജഗന്മയം ശാശ്വതം മായാ വിനിർമുക്തമെന്നറിയുന്നേരം മായാ വിമോഹം അകലും എല്ലാവരും. ഇതെല്ലാം മായയാണ്, വിനിർമുക്തമെന്ന് നമ്മളെപ്പോൾ അറിയുന്ന ഒരു മനുഷ്യൻ ഇതൊക്കെ നശിക്കുന്നതാണ്, ഇതിലങ്ങ് അർത്ഥമില്ലാതെ എന്നാ നമ്മൾ അറിയുന്ന തിരിച്ചറിവുണ്ടാകുന്നത്, അപ്പോൾ നമ്മുടെ മായ വിമോഹമൊക്കെ അകലെ പോകും. പ്രാരബ്ധ അതെങ്ങനെ വരും, സംഭവിക്കും? ഈശ്വരാരാധന കൊണ്ടേ നടക്കത്തുള്ളൂ, അല്ലെ നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് അറിവില്ലായ്മ കൊണ്ടാണ് സംഭവിക്കുന്നത്. അറിയണമെങ്കിൽ നമ്മൾ ഒരു നാണയത്തിന് രണ്ട് വശമുണ്ട്, അല്ല ഒരു വശമേ എല്ലാവരും അറിയുന്നുള്ളൂ. എന്താ? ലോകകാര്യങ്ങൾ, ഈ ബാഹ്യകാര്യങ്ങൾക്ക് മാത്രം. പക്ഷെ ഒരു വശം മറഞ്ഞിരിക്കുക,
അത് വെളിച്ചത്തേക്ക് എടുക്കത്തേയില്ല. ഈശ്വര എന്നുള്ള വശമുണ്ട്, ആ വശം അവരെടുക്കുന്നില്ല, ആർക്കും അറിയത്തില്ല. അറിഞ്ഞാൽ നമുക്കിതിൽ രക്ഷപ്പെടാൻ പറ്റും. ഈ നരകാബ്ധിയായിരിക്കുന്ന, ഈ ദുരിതമായിരിക്കുന്ന ഈ സംസാര സാഗരത്തിൽ നിന്ന് കര കയറാൻ, ഇതെല്ലാം നശ്വരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കര കയറാൻ എന്ത് വേണം? രണ്ട് വശം നമ്മൾ തിരിച്ചറിയണം. ഒരു വശത്തെ ഇരുട്ടാക്കി വെച്ചേക്കരുത്. നമ്മൾ രാത്രിയുടെ ഗുണവും പകലിൻ്റെ ഗുണവും അറിയണം. നമ്മൾ ഒരു ദിവസത്തിന് രണ്ട് വിധമുണ്ട്, രാത്രിയുണ്ട് പകലുമുണ്ട്. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട്. രണ്ട് വശവും നമ്മൾ രാത്രിയും പകലും പോലെ നമ്മൾ അറിയണം. രാത്രി മാത്രം അറിയാതെ പകൽ മാത്രം അറിയരുത്, പകൽ മാത്രം അറിഞ്ഞിട്ട് രാത്രി അറിയാതിരിക്കരുത്. ഇതെല്ലാം എന്താ നമ്മൾ ചിന്തിക്കണം. കുന്നെന്താ കുഴി എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം. കരയും കടലും അതെല്ലാം നമുക്ക് അത് എല്ലാവരും എല്ലാം മനസ്സിലാക്കും, ലോകകാര്യങ്ങളെല്ലാം മനസ്സിലാക്കും. പക്ഷേ ആത്മീയത്തിലേക്ക് ഇഷ്ടമേ അല്ല, ഈശ്വര എന്ന് വിളിക്കാൻ പോലും ഇഷ്ടമല്ല. അതെന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ അപ്പോൾ പ്രാരബ്ധ കർമ്മ വേഗാനുരൂപം ഭുവി പാരം ആർത്ഥാത്മന വാഴുക നീ സഹേ. മറ്റൊരു ഉപദേശം പറയാം ഞാൻ, ഇനി വേറെ ഒന്നും കൂടെ പറഞ്ഞുതരാം. ആരോട് പറയുന്നു? സമ്പാദിയെടുത്ത് കഴുകടുത്ത് പറയുന്നു മഹാമുനി. ചെറ്റ് ദുഃഖം മനക്കാമ്പിൽ ഉണ്ടാകല, നിനക്ക് ദുഃഖം ഉണ്ടാകൽ. ഞാനൊരു ഉപദേശം നിനക്ക് പറഞ്ഞു തരാം. ത്രേതായുഗേ വന്നു ആരാ? നാരായണൻ. ഭൂമിയിൽ ആരാ നാരായണൻ? ത്രേതായുഗത്തിൽ ദശരഥപുത്രനായ ശ്രീരാമൻ. അതുകൊണ്ട് ത്രേതായുഗേ വന്നു ആരോട് പറഞ്ഞു കൊടുക്കുന്നത്? സമ്പാദിയെടുത്ത്. ആരാ പറയുന്നത്? മഹാമുനി പറയുന്നു. ത്രേതായുഗേ വന്നു നാരായണൻ ഭൂവി ജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ച അൻപോട് രാവണനെ ഭക്തജനത്തിന് മുക്തി വരുത്തുവാൻ, ഭക്തിയുള്ള ജനങ്ങൾക്ക് അവർക്ക് ദോഷം സംഭവിപ്പിച്ചു കൊടുക്കാനുള്ള ഈ രാവണന്റെ ജോലി. അതുകൊണ്ട് അവർക്ക് ഭക്തന്മാർക്ക് മുക്തി കൊടുക്കാൻ വേണ്ടി ഈ രാവണനെ നിഗ്രഹിക്കാൻ ആര് വന്നു? ശ്രീരാമൻ വരുന്നു. ദണ്ഡകാരുണ്യത്തിൽ വാഴും വിധു ബലാൽ ചണ്ടനായുള്ള ദശാസനൻ രാവണൻ. ദണ്ഡകാരുണ്യത്തിൽ വാഴും വിധു ബലാൽ, അതായത് ആരാ ദണ്ഡകാരത്തിൽ വാഴുന്നത്? ശ്രീരാമനെ കൊന്നോടെ തപസ്സിന് വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബലാൽ വന്ന് ചണ്ടനായുള്ള ദശാസനൻ രാവണൻ എന്ത് ചെയ്യുന്നു? പുണ്ടരികോത്ഭൂതയാകിയ സീതയെ, പണ്ഡിതന്മാരായ രാമ സൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്ത്, ലക്ഷ്മണനും ശ്രീരാമനും മാനിൻ്റെ പുറകെ പോയല്ലോ, അങ്ങനെ വേർപെട്ടിരിക്കുന്ന സമയത്ത് വേർപെട്ടിരിക്കുന്ന നേരത്ത് വന്നു തന്നാപത്തിനായി. ആർക്കാപത്തിനാണ്? രാവണന്. രാവണനാണ് നശിക്കാൻ പോണത്. അതിനു വേണ്ടിയാണ് ഇവിടെ സീതയെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അതാണ് മഹാമുനി പറയുന്നു, വേർപെട്ടിരിക്കുന്ന രാമനും ലക്ഷ്മണനും വേർപെട്ട് അങ്ങോട്ട് മാറിയ സമയത്ത് നോക്കി ആപത്തിനായിക്കൊണ്ട് കട്ടുകൊണ്ടുപോകും മായയെ. ഇത് വരാനുള്ള കാര്യം സമ്പാദിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ചിറക് പോകുന്നതിനെ പറ്റി ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വരും, അപ്പോൾ നമുക്ക് മനസ്സിലാകുമെന്ന്. ഈ ചിറകിന് മുളയ്ക്കാനുള്ള കാരണം ഇനിയുണ്ട്. അതാണ് ഇനിയിപ്പോൾ പറയാൻ പോണത്. അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ട് ഈ ഉപദേശങ്ങളെല്ലാം കൊടുത്ത് അവസാനം ഇപ്പോൾ ഒരു രഹസ്യം കൂടെ ഞാൻ പറയാം. ഈ പോലെ ശ്രീരാമൻ വരുന്നുണ്ട്, സീതയെ വനത്തിൽ നിന്ന് മോട്ടിച്ചുകൊണ്ട് പോകാൻ രാവണൻ. അതുകൊണ്ടാണ് ആപത്തിനായി. ആർക്കാപത്തിനായി? രാവണന്. കട്ടുകൊണ്ടുപോകും മായയ ലങ്കയിൽ കൊണ്ട് വച്ചിടും ദശാന്തരെ. പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജ നിയോഗാൽ കവികുലം. മർക്കടരാജനായ സുഗ്രീവൻ. മർക്കടരാജ നിയോഗാൽ കവികുലം ദക്ഷിണ ഭാരത തീരദേശം വരും. ഇപ്പം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നപ്പോഴാണ് അത് ആ മഹാമുനി പറഞ്ഞതനുസരിച്ചാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോ പറഞ്ഞ കാര്യം ഇപ്പം ആ സമയമായപ്പോൾ രാമൻ വന്നു, സീതയെ കൊണ്ടുപോയി. ഇനിയാണ് വരാൻ പോണത്. അപ്പം ദക്ഷിണ ഭാരത തീരദേശം വരും. ഇത് പൂർവ്വകഥ, പണ്ട് നടന്ന കഥ. ഇവിടെ ആർക്ക് പറഞ്ഞു കൊടുക്കുന്ന? അങ്കദനും കവികൾക്കും. ഭക്ഷിക്കാന്ന് പറഞ്ഞ് വന്ന് സുഖമായ ചിറകെല്ലാം അവിടെ ഇരുന്നില്ല. എന്നിട്ട് ഇതൊക്കെ പറയുമ്പം പോയി നദീതീരത്ത് പോയി ഇതൊക്കെ ചെയ്തു കൊടുത്തല്ലോ. എന്താ? സോദരന് വേണ്ടി കർമ്മങ്ങളൊക്കെ ചെയ്തല്ലോ. അങ്ങനെ ഇരുന്നപ്പോഴല്ലയോ ഇത് ഈ മഹാമുനിയെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഉപദേശങ്ങളെല്ലാം ഇദ്ദേഹത്തിന് കൊടുക്കുന്നതെല്ലാം ഇപ്പം ഇവിടെ ആരോട് പറയുക? ഈ കഴിഞ്ഞ കഥകൾ അങ്കദനോടും പിന്നെ ഹനുമാനോടൊക്കെ പറയുന്ന കാര്യമാണ്, മനസ്സിലാക്കണം. അപ്പോൾ തത്ര സമാഗമം നിന്നോട് വാനർക്ക് എത്തും ഒരു നിമിത്തേന നിസ്സംശയം. അപ്പോൾ നിനക്ക് ഒരു നിമിത്തം പോലെ നിനക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം അങ്ങനെ നിമിത്തം പോലെ അവർ ചിറകറ്റെങ്കിലും അവിടെ വന്ന് ആ ഗുഹയിൽ വന്നു, ഗുഹാന്തത്തിൽ വന്നു. എനിക്ക് ഭഗവാൻ ഇത്ര ഭാഗ്യം തന്നല്ലോ, ഇവരെല്ലാം എനിക്ക് ഭക്ഷിക്കാമല്ലോ എന്ന് പറഞ്ഞ് വന്നില്ലേ? അതാണ് സംഭവം. തത്ര സമാഗമം നിന്നോട് വാനർക്കെത്തും ഒരു നിമിത്തേന നിസ്സംശയം. ഒരു സംശയം വേണ്ട, നീ അങ്ങനെ അന്ന് അവരോട് വന്ന് ഇരിക്കുമ്പോൾ കവികൾക്ക് നീ ചെന്നിരിക്കും. എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്നെങ്കിൽ വാടുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നീ പറഞ്ഞു കൊടുക്കണം, സീത വാടുന്ന ദേശം ദയാവശാൽ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും. അതിനെല്ലാം സംശയം. അങ്ങനെ സീതാദേവിയുടെ ചരിത്രം എവിടെ നിൽക്കുന്നു എന്ന് പറയുന്ന സമയം തന്നെ നിനക്ക് പക്ഷങ്ങൾ കിളിച്ചു വരും, ചിറക് കിളിച്ചു വരും. അതുവരെ
എത്രയോ കാലം കൊണ്ട് ഇതില്ല. അദ്ദേഹം പറഞ്ഞു കൊടുത്ത മഹാമുനി പറഞ്ഞു കൊടുത്ത സമയം പറയുമ്പോൾ അന്ന് ശ്രീരാമൻ വന്നിട്ടില്ല. ഇങ്ങനെ വരും, അന്ന് നീ ഒരു നിമിത്തം പോലെ അവിടെ വരും. അപ്പോൾ നിനക്ക് സീതയുടെ കാര്യം നിനക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കും. ദയാവശാൽ ഉടനെ നിനക്ക് ഇത് കിളിച്ചു വരും. എന്താ, ചിറകുകൾ വെട്ടിക്കളാൻ, കരിഞ്ഞു പോയ ചിറകുകൾ, വെട്ടികളും ജടായുനല്ലേ, സമ്പാദന ചിറക് കരിഞ്ഞല്ലേ താഴേക്ക് വീണു പോയത്, സൂര്യരശ്മി തട്ടി, അത് കിളിച്ചു. അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളാം പുതിയത്, നവം പുതിയത്, 9 എന്നും അർത്ഥമുണ്ട്. അപ്പോൾ നവങ്ങളായി ഉത്ഭവിച്ചിടും, അതില്ല സംശയം, ഒരു സംശയം വേണം, നിനക്ക് അങ്ങനെ സംഭവിക്കും. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചത് ഇങ്ങനെ മുന്നേ നിശാകരനായ മഹാമുനി. ഇപ്പം ഇത് എന്നെ അന്നങ്ങനെ പറഞ്ഞു തന്നത് ആ നിശാകരനായ മഹാമുനിയാണ്. ഇപ്പം ആ പറഞ്ഞപ്പോൾ എന്താ കണ്ടോ, വന്നത് കാണുവാൻ ചിറകുകൾ പുത്തനാ എന്നെ, എന്ത് വിചിത്ര, അയ്യോ എനിക്ക് ചിറകുകൾ വന്ന്. എന്താ കാരണം, പറയുമ്പോൾ തന്നെ കിളിച്ചിരുന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം അത് സംഭവിച്ചു. അങ്ങനെ ഈ കവികളെ ഒരു നിമിത്തം പോലെ വന്ന് കൂടും. അന്ന് നീ സീതയുടെ കാര്യം പറഞ്ഞു കൊടുക്കണം, ഇന്നടത്തിരിപ്പുണ്ടെന്ന് ഈ അശോക വനത്തിൽ അത് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ ചിറകുകൾ മുളച്ചു. ഇത് പൂർവ്വകഥ, ഇങ്ങനെയാണ് സംഭവം. അങ്ങനെ ഇവിടെ ഞാൻ വന്നു, എനിക്ക് ഇപ്പോഴത്തെ ചിറക് കിളച്ചു. അങ്ങനെ മുന്നേ നിശാകരനായ മഹാമുനി വന്നത് കാൺമിൻ, ചിറകുകൾ വന്ന് നിങ്ങൾ കാണൂ, പുത്തനായ എന്നെ വിചിത്രമേ, ഇത് ഇത്രയും നന്നത്ര എനിക്ക് ചിറകുകൾ മുളച്ചു. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയിൽ ഒന്നുമേ. അത്രമാത്രം ഭക്തിയുള്ള താപസനാണ് ഈ നിശാകര മഹാമുനി. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും വെറുതെ പോകത്തില്ല, അത് സത്യമായി തന്നെ വന്നു. ശ്രീരാമദേവ കഥാമൃത മാഹാത്മ്യം ആരാലും ഓർത്താൽ അറിയാവുന്നതല്ലേ. രാമനാമ അമൃതത്തിന് സമാനമായി മാമകേ മാനസേ മറ്റു തോന്നിലഹു. ഭഗവാന്റെ ശ്രീരാമനാമത്തിന് അമൃതമാണ്, അതിന് സമാനം മറ്റൊന്നുമില്ല. രാമനാമ അമൃതത്തിന് സമാനമായി മാമകേ, നമ്മുടെ ഉള്ളിൽ മാനസേ മറ്റു തോന്നിലഹു. നല്ലത് മേന്മേൽ വരയണമേ, നിങ്ങൾക്ക് കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ. നന്നായതി പ്രയത്നം ചെയ്യിൽ അർണവമിന്ന് തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ട് സംസാരം ആരാനിധിയെ കടക്കുന്നതേ വരും. ഭഗവാനെ ചിന്തിച്ച് ഓർത്ത് പ്രാർത്ഥിച്ചാൽ സംസാരമാകുന്ന ഈ ദുരിതാബ്ധിയിൽ നമ്മൾ എല്ലാം കരകയറും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാ നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതോ ഒരാകുലമുണ്ടാകയില്ല ഒരു ജാതി എന്ന് മറഞ്ഞ് ഇത് അത്യുന്നത സമ്പാദി വിഹായസ. അങ്ങനെ പറക്കാതിരുന്ന സമ്പാദി ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ പറന്നു എന്ന് പറന്ന് മറഞ്ഞ് അത്യുന്നതനായ സമ്പാദി വിഹായസ, ആകാശത്തിലേക്ക് പറന്നു. അതുവരെ ചിറകില്ലായിരുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മഹാമുനി പണ്ട് പറഞ്ഞ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. അപ്പോൾ അത് ഇത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചിറക് വന്ന് സമ്പാദിക്കും. സമുദ്ര ലംഘനത്തിന് കവികളുടെ ആലോചന ഇതിലൂടെ മക്കളെ വായിക്കൂ. പിന്നെ കവിവരന്മാർ കൗതുകത്തോടും അന്യോന്യം ആശ പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രമഹാ നക്ര ചക്ര ഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കവികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവർ എങ്ങും മറുകര കാണുവാനുമില്ലല്ലോ, എങ്ങനെ ഈ സമുദ്രം അക്കരെ പോകും? ആപതല്ലാത്ത ചിന്തിച്ചു ഖേദിച്ചു വെച്ച ആവതിന് എന്തവകാശം കവികളെ. ശക്ര തനൂജന അങ്കദൻ മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ. എത്രയും വേഗബലമുള്ള ശൂരന്മാർ, ശക്തിയും വിക്രമവും ഭാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരിൽ വച്ചു ഇങ്ങ് വന്ന് എന്നോടൊരുത്തൻ പറയണം, ഞാനിതിനാളെന്ന് അവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നത് ദൃഢം. ആരാ ഇതിൽ അക്കരെ കടന്ന് ആരും വന്ന് എന്നോട് പറയൂ. അങ്ങനെ പറഞ്ഞു അക്കരെ ചാടാൻ ആർക്കാണ് ധൈര്യമുള്ളതെന്ന്. സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവിഗ്രഹം കളഞ്ഞ് രക്ഷിക്കുന്നതും അവൻ. അങ്കദൻ ഇങ്ങനെ ചൊന്നത് കേട്ടവർ തങ്ങളിൽ നോക്കിനാരേ വരും. അങ്കദൻ പറഞ്ഞിട്ടില്ല, എനിക്ക് പറ്റൂലോ അത്രയും ചാടാൻ എന്നെല്ലാവരും ഇങ്ങനെ പറയുന്നത്. ഒന്നും പറഞ്ഞതിൽ ഒരുത്തനും അങ്കദൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിന, ആരാ ഒന്നും പറയാത്തത്, ആർക്കാ പറ്റുന്നേ ചാടാൻ? ചിത്തേ നിരൂപിച്ച് നിങ്ങളുടെ ബലം പ്രത്യേകം ഉച്ചതാ ഉദ്യോഗപൂർവകം. അതായത് എന്നോട് പറയൂ, ആർക്കാ പറ്റുന്നത് ചാടാം? എനിക്ക് ദശയോജന വഴി, എനിക്ക് ഒരുത്തൻ പറഞ്ഞു എനിക്ക് 100 യോജന ഉണ്ട് വിസ്തൃതം, എനിക്ക് ഒരു ദേശം 10 യോജന വഴി ചാടാം. ഒരുത്തൻ പറഞ്ഞു ചാടാൻ 20 എനിക്ക് എന്നൊരു കവി, 30 ചാടാം എനിക്ക് എന്ന് അവരൻ, അപ്പടി 40 വേറൊരുത്തൻ, മറ്റേവനും 50, 60, 70 എന്ന് 50, 60, 70 എന്ന് 80 ചാടാം എനിക്കെന്ന്, അങ്ങനെ 50 ചാടാം. അങ്ങനെ ഓരോരുത്തരായി ഓരോ അളവ് പറയുവാണ്. 90 ചാടുവാൻ ദണ്ഡമില്ല ഏകനെന്ന് അർണവമോ 100 യോജന ഉണ്ടല്ലോ. 90 ചാടുവാൻ ദണ്ഡമില്ല എങ്കിലോ ഇത് 100 യോജന ഉണ്ട്, എങ്ങനെ ചാടും? ഇക്കണ്ട നമ്മിൽ ആർക്കും കടക്കാവതല് കടല് ഇക്കണ്ട നമ്മിൽ ആർക്കും, ഇവിടെ നിൽക്കുന്ന കവികൾക്ക് ആർക്കും കടക്കാവതല്ല ഈ കടൽ. മർക്കട വീരരെ, കവികളെ, ഈ കടൽ കടക്കാൻ നമുക്ക് ആർക്കും പറ്റുകയില്ല. നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചനനായി 3 അടി അളക്കും വിധു. അതായത് വാമനൻ പണ്ട്
രണ്ടടി കൊണ്ട് 3 ലോകം അളന്നില്ലേ, അതുപോലെ അങ്ങ് വലുതാകണം. അതാണ് ചന്നനായി 3 അടിയായി അളക്കം വിധു യൗവനകാലെ പെരുമ്പറയും കൊട്ടി 37 വട്ടം വലത്ത് വച്ചിടിനേൻ വാർദ്ധക്യഗ്രസ്തനായേ നിദാനിയും ലവണാബ്ധി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണ ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയുവാണ്. ദാനവാരിക്ക് ചെയ്തൻ ദശമാത്രയാ, അതായത് മഹാവിഷ്ണുവിനെ പ്രദക്ഷിണ 21 വട്ടം, അങ്ങനെയൊക്കെ ഓരോരുത്തർ ഓരോ അഭിപ്രായം പറയുന്നു. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലകൾ ഓർത്തോൾ അത്ഭുതം എത്രയും ഇത്തം അജാത്മജൻ ചൊന്ന അത് കേട്ട് അതിനുത്തരം വൃത്രാരിപൗത്രൻ ചൊല്ലിനാൻ. അങ്ങനെ അംഗദൻ പറയുന്നു, അങ്ങോട്ട് ചാടാം, എനിക്കെന്ന് നിർണയം, ഞാൻ വേണേ അങ്ങോട്ടൊന്ന് ചാടാം. അംഗദൻ പറഞ്ഞു, ഇങ്ങോട്ട് പോരുവാൻ രണ്ടുമുണ്ടാകും, ഇങ്ങോട്ട് ചാടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, സാമർഥ്യമില്ല മറ്റാർക്കും, എന്നാകിലും സാമർഥ്യമുണ്ട് ഭവാൻ ഇതിനെങ്കിലും. ആർക്കാണെന്ന് ഇതിൽ പറയും. ഭൃത്യജനങ്ങളായിക്ക ഇല്ലെന്നുമേ ഭൃത്യരിൽ ഏകനും ഉണ്ടാമെന്നതേ വരൂ, ആർക്കുമേ ഇല്ല സാമർഥ്യം അനശനം ദീക്ഷിച്ചു തന്നെ മരിക്കുന്നല്ലോ ഭയം. താരേനേവം പറഞ്ഞു അനന്തരൻ സാരസ സംഭവനന്ദൻ ചൊല്ലിനാൻ. സാരസമ്മനാര ജാമ്പവാൻ പറയുന്നു, എന്തു ജഗൽപ്രാണനന്ദന, ഇങ്ങനെ ജഗൽപ്രാണനാര ജഗത്തിന് പ്രാണം കൊടുക്കുന്ന കാറ്റല്ലേ, ശ്വാസം, അതിൻ്റെ പുത്രനാര ഹനുമാൻ. അതുകൊണ്ട് ഇവിടെ ജഗൽപ്രാണനന്ദനം വെച്ചാൽ ഇവിടെ ഹനുമാനെ പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്ത് ജഗൽപ്രാണ, അത് ഹനുമാൻ എന്താ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്, ഒന്നും പറയാതെ ചാടാമെന്നോ ഒന്നും പറയാതെ ജാമ്പവാൻ ചോദിക്കുന്നു, എന്താ ഇങ്ങനെ വെറുതെ അനങ്ങാതിരിക്കുന്നത്, കണ്ഠനായി തന്നെ ഇരുന്ന് ദുഃഖിച്ചിരിക്കുകയാണോ, കണ്ടില്ല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. ഇതൊന്നും എന്താ പറയുക, അഹം എന്നുള്ള ചിന്തയില്ലാത്ത ഒരു ഹനുമാനാ. വെറും അദ്ദേഹത്തിൻ്റെ എന്തെല്ലാം ഗുണഗണങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം ഒന്നും ഇല്ലാത്ത പോലെ അത്രമാത്രം ഭക്തനാ, ഒരു അഹങ്കാരമില്ലാത്ത ഇതിൽ അത് അത്രമാത്രം എന്താ പറയാൻ വാക്കുകളില്ല. അതുകൊണ്ട് ഇത് ഓർമ്മപ്പിടിച്ചു കൊടുക്കുന്ന ജാമ്പവാൻ, അതായത് ദാക്ഷായണിയുടെ അത് അമ്മയുടെ ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ ഹനുമാൻ. പിന്നെയാണെങ്കിലോ വാതാത്മനാകയും ഉണ്ടവൻ, മാരുതിയുടെ പുത്രൻ കൂടാണല്ലോ. തന്നോട് തുല്യൻ ബലം വേഗം ഓർക്കിലോ, ഹനുമാനെ പോലെ ബലം ഓർക്കില്ല ആർക്കും. കേസരിയെ കൊന്ന് താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥന് പുത്രനായി അഞ്ജന പെറ്റുള്ളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം. അഞ്ജന ഗർഭച്യുതനായ അവനിയിൽ ലജ്ജസ ജാതനായി വീണ നേരം ഭവാൻ ജനിച്ച സമയത്ത് 500 യോജന മേൽപോട്ട് ചാടി. എന്തിനാണെന്നറിയാമോ, ഈ അന്ന് കുട്ടിയായിട്ടുള്ള സമയത്ത് കണ്ട, എനിക്കതിനെപ്പറ്റി പഠിച്ചിട്ടില്ല, ഓർമ്മയില്ല എങ്കിലും അന്ന് സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം അഞ്ജനാ ഗർഭച്യുതനായ അവനിയിൽ ലജ്ജസ ജാതനായി ജനിച്ച് വീണ സമയത്ത് ഭവാൻ 5 കുട്ടി നാൾ തന്നെ 500 യോജന മേൽപോട്ട് ചാടി. എന്തിനാ ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നത് മാനസാര. ജാമ്പവാൻ പറഞ്ഞത്, അന്നേ ഇത്രയും ചാട്ടത്തിന് മിടുക്കനാണല്ലോ ഹനുമാൻ. എന്തിനാ ചണ്ട കിരണൻ ഉദിച്ചു, അത് സൂര്യദേവൻ ഉദിച്ച് പൊങ്ങും നേരം. കഷ്ടം. മണ്ഡലം തന്നെ, എനിക്കിത് തോന്നുന്നു ഇതാണ് ശരിയെന്ന് എനിക്കറിയില്ല, മണ്ഡലം തന്നെ തുടൂടെ കണ്ടു. എന്താ, സൂര്യകിരണൻ ഇങ്ങനെ ഉദിച്ച് പൊങ്ങിയപ്പോൾ മണ്ഡലത്തിൽ ഇങ്ങനെ വന്നപ്പോൾ തന്നെ തുടൂടെ കണ്ടു. നീ പക്വമെന്നോർത്ത് ഭക്ഷിപ്പാണെടുക്കൽ, പഴം ഏതാണ്ട് തിളങ്ങുന്ന കണ്ടപ്പോൾ കുട്ടിയല്ലേ, അറിയില്ല, കുരങ്ങന്മാർക്ക് ഒരുപാട് ചാടാമല്ലോ. അപ്പോൾ പക്വമെന്നോർത്ത് ഭക്ഷിപ്പാൻ കഴിക്കാൻ അടുക്കയാൽ അങ്ങനെ ചാടി, അത്രയും പൊക്കത്ത് ചാടി. അവിടെ ചാടാൻ എടുക്കാമെന്നല്ല പറയുന്നത്. അങ്ങനെ ശക്രനുടെ വജ്രമേറ്റ് പതിച്ചു. അങ്ങനെ വന്നാൽ ദേവേന്ദ്രൻ്റെ വജ്രായുധമേറ്റ് പതിച്ചു, താഴേക്ക് പതിച്ചു. ദുഃഖിച്ച് മാരുതൻ നിന്നെയും കൊണ്ടുപോയി. അപ്പോൾ ആ മാരുതൻ എന്ത് ചെയ്ത്, മാരുതപുത്രനാണല്ലോ, അപ്പോൾ പിതാവ് മാരുതനാണല്ലോ. ദുഃഖിച്ച് മാരുതൻ നിന്നെയും കൊണ്ടുപോയി പൊക്കിയത് പാതാളം. അപ്പോൾ ത്രിമൂർത്തികൾ 33 കോടി വാനവർ തന്നോട് ഉൽപ്പല സംഭവപുത്ര വർഗത്തോടും പ്രത്യക്ഷമായി വന്ന് അനുഗ്രഹിച്ചിടിനാർ. അതായത് ഇങ്ങനെ സംഭവിച്ചല്ലോ, ഇത് വജ്രായുധം ഏറ്റപ്പോൾ കുട്ടിക്ക് എന്താ താടിയെല്ലൊക്കെ അതിനി പറയും. അങ്ങനെ അന്ന് ഈ മാരുതൻ പാതാളത്തിലേക്ക് കൊണ്ടുപോയി ത്രിമൂർത്തികൾ, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരായ ത്രിമൂർത്തികൾ 33 കോടി വാനവർ തന്നോട് ഉൽപ്പല സംഭവപുത്ര വർഗത്തോടും എല്ലാവരും ഈ ഹനുമാനെ പോയി പ്രത്യക്ഷരായി വന്ന് അനുഗ്രഹിച്ചിട്ട് ഞാൻ സമയം പോന്നു. മൃത്യുവരാ ലോകനാശം വരുമ്പോഴും, ലോകം എന്ന് അവസാനിച്ചാലും മരണമില്ല, ചിരഞ്ജീവിയാണ്. കൽപ്പാന്ത കാലത്തുമില്ല, അതായത് ഈ ലോകം അന്നും ഇല്ല മൃതിയെന്ന്, മരണമില്ല. അതെല്ലാം ജാമ്പവാൻ പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ ഹനുമാൻ അറിയത്തില്ല എനിക്ക് തോന്നുന്നു. ഒന്നും എല്ലാ ശക്തിയും പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല.
അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഓർമ്മിപ്പിച്ചാൽ അതറിയാമല്ലോ. അങ്ങനെ അതുകൊണ്ട് ഒരിക്കലും ഇദ്ദേഹം നാശമില്ല, മരണമില്ല, കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്ന് കൽപ്പിച്ച് ഇന്ന് ഇളക്കം വരാ, അങ്ങനെ പറഞ്ഞ വാക്കിന് ഒരു ഇളക്കവുമില്ല, ഒരിക്കലും മരണമില്ല, അങ്ങനെ വരാൻ നിർണയം ആമനായ സാരാർത്ഥമൂർത്തി ചൊല്ലിനാർ. ആമന ഹനുമാൻ ഇവനെന്ന സാധനം. അങ്ങനെ പിന്നെ വേദമൂർത്തികളാണ് ഇതെല്ലാം. ആമനായ സാരാർത്ഥമൂർത്തികൾ ഇങ്ങനെ പറഞ്ഞു, ഇവന് ഈ ഹനുമാന് ഇങ്ങനെ മരണമില്ല. വജ്രം ഹനുവിങ്കൽ ഏറ്റു മുറികയാൽ, അതായത് താടിയലിൽ, ഇതിൻ്റെ പേരെന്തോ, ദേവേന്ദ്രൻ വജ്രം അയച്ചല്ലോ, കുട്ടി മേലോട്ട് ചാടി ഇത് പക്വാണെന്ന് പറഞ്ഞാൽ കഴിക്കാനാണെന്ന് പറഞ്ഞ് ചെന്ന് ചാടി മേലെ. അപ്പോൾ ഇല്ലേ, ദേവേന്ദ്രൻ്റെ വജ്രായുധം കിട്ടുമ്പോൾ താടിയെല്ലാണ് പോയത്. അപ്പോൾ വജ്ര ഹനുവിങ്കലേറ്റ് ഇവിടെ മുറികയാൽ ആ ചരിത്രങ്ങൾ മറന്നതോ മനസ്സേ, അങ്ങനെ നിനക്കുള്ള അന്നത്തെ കാര്യം നീ മറന്നു പോയോ? ആര് പോയത്? ജാമ്പവാൻ പറയുന്നു. അതുകൊണ്ട് മറന്നു മനസ്സേ, നിങ്കയിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയം, അത് എന്തിനെന്ന് ഓർക്കാതെ നിന്റെ കയ്യിലോ ശ്രീരാമൻ മോതിരം തന്നത്, അതെന്തിനാ നിനക്ക് അറിയാമോ? കാരണം മറ്റാർക്കും കൊടുക്കാം. എവിടെയും പോയാൽ അവർ ചിരഞ്ജീവികളല്ലല്ലോ, ഇദ്ദേഹം ചിരഞ്ജീവെന്ന് ശ്രീരാമൻ അറിയാം, എന്ത് വന്നാലും മരിക്കൂലെന്നറിയാം. അതുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ വിശ്വസിച്ച് കൊടുത്തത്. അങ്കുലിയം അത് എന്തിനെന്ന് ഓർക്ക നീ, തൊൽ ബല വീര്യ വേഗങ്ങൾ വർണ്ണിപ്പതിന് ഈ പ്രപഞ്ചത്തിൽ ആർക്കും ആമല്ലടോ, ആരെക്കൊണ്ടും ഹനുമാനെ വർണ്ണിക്കാൻ സാധ്യമല്ല. അത്രമാത്രം പറഞ്ഞാലൊന്നും തീരുന്ന വർണ്ണനയല്ല. നീ ഈ പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചത്തിൽ ആർക്കും ആമല്ലടോ. ഇത്തം വിധിസുതൻ, അതായത് ജാമ്പവാൻ ചൊന്ന നേരം വായുപുത്രൻ്റെ ഉദ്ധായ സത്രം അങ്ങനെ പറയാൻ പ്രീതനായി സന്തോഷമായി. ഇത്ര ശക്തി എനിക്കുണ്ടോ എന്നാ നോക്കിക്കളയാം. അതുപോലെ ബ്രഹ്മാണ്ഡമാശ കുലുകുമാർ ഒന്നവൻ സമ്മതാൽ സിംഹനാഥം ചെയ്ത, അത്രമാത്രം സിംഹത്തിൻ്റെ നാദം പോലെ ഒന്ന് അലറി ഈ ഹനുമാൻ സന്തോഷമായി. അപ്പോൾ എന്തോ അതിന് ശക്തി ഉണ്ടെന്നൊരു തെളിവ് കിട്ടി, അല്ലെങ്കിൽ അറിയത്തില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. ബ്രഹ്മാണ്ഡമാശ കുലുകുമാർ ഒന്നവൻ സമ്മതാൽ സിംഹനാഥം ചെയ്തുള്ളൻ വാമനമൂർത്തിയെ പോലെ വളർന്നങ്ങ്. വാമനമൂർത്തി അറിയാലോ, വാമനൻ അവതരിച്ച് രണ്ട് അടി കൊണ്ട് ലോകം മൊത്തം വളർന്നേ. വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമി ധരാകാരനായി നിന്ന് ചൊല്ലിനാർ. അത്രമാത്രം പർവ്വത്തെ പോലെ എന്നിട്ട് പറയും, ലംഘനം ചെയ്ത സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണൽ. അന്നത്തേക്ക് ശക്തി വന്ന് ഹനുമാന്. പതുങ്ങി വിഷമിച്ചിരുന്നതാ. ജാമ്പവാൻ ഇത്രയും ഉണർത്തി കൊടുത്ത് ഉള്ളിൽ ഇതൊക്കെ ഉണ്ടെന്ന്. അപ്പം ലംഘനം ചെയ്ത് സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോട് ഒടുക്കി ഞാൻ ദേവിയെയും കൊണ്ട് പോരുവനെന്നുമേ അല്ലാകിലോ ദശകണ്ഠനെ ബന്ധിച്ച് മെല്ലവേ വാമകരത്തിലെത്തുടൻ, ഇടത്തെ കയ്യിലെടുത്തുടൻ കൂടെ ത്രയത്തോട് ലങ്കാപുരത്തെയും കൂടെ വലത്ത് കരത്തിലാക്കിക്കൊണ്ട്, അപ്പം അവിടുത്തെ ആ കൂടത്തെ ആ പർവ്വതവും ലങ്കാപുരവും എല്ലായിടത്തും വലത്ത് കരത്തിലാക്കിക്കൊണ്ട് രാമാന്തികയെ വെച്ച് കൈ തൊഴിലിടുക. എല്ലാം അവനെയും അവൻ്റെ കുടുംബവും അവൻ്റെ മലയും ലങ്ക എല്ലാവരും എടുത്തുകൊണ്ടെന്ന് ശ്രീരാമൻ്റെ കയ്യിൽ വെക്കുമെന്ന്, പാദത്തിൽ വെക്കുമെന്ന്. രാമാന്തികയെ വെച്ച് കൈ തൊഴുതിടുവൻ രാമാങ്കുല്യം എൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്ക് കേട്ടൊരു വിധിസുതൻ ആരുടെ കൗതുകം ചൊല്ലിനാൻ. പിന്നെയും മോതിരം കയ്യിലുണ്ടല്ലോ, ദേവിയെ കണ്ട് വിരൽ വരിക, നീ ഇത് അവിടെ കൊണ്ട് കണ്ടിട്ട് വെക്കം വരിക എന്ന് പറഞ്ഞു വിട്ട് രാവണനോട് എതിർത്തിടുവാൻ പിന്നെ നിഗ്രഹിച്ചിടും ദശാസിനെ രാഘവൻ. കാരണം രാവണനോട് ഇപ്പോൾ എതിർക്കണ്ട, പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസിനെ രാഘവൻ വന്ന് നിഗ്രഹിക്കുമ്പോൾ നമുക്ക് വിക്രമം കാട്ടുവാൻ അന്നേരമല്ല ആമല്ലോ, നമുക്ക് അന്നേരം നമുക്ക് വിക്രമം കാട്ടാൻ ഒറ്റയ്ക്ക് പോലും ചെയ്യണ്ട. പുഷ്കരമാർഗണ പോകും നിനക്കൊരു വിഘ്നം. അതുമല്ല, ശ്രീരാമൻ അവതരിച്ചത് ഇതിനാണല്ലോ, ഓരോരുത്തരോരോ കർമ്മങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് പുഷ്കരമാർഗണ ആകാശമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായ കല്യാണം ഭവിക്കതേ, മംഗളം ഭവിക്കതേ എന്ന് ജാമ്പവാൻ പറഞ്ഞ് മാരുതദേവനും ഉണ്ടരികെ തവ. ശ്രീരാമ കാര്യാർത്ഥമായല്ലോ പോകുന്നു, ശ്രീരാമൻ്റെ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പോകുന്നു. ആശീർവദനവും ചെയ്ത് കപികുലം ആശു പോകുന്നു വിധിച്ചോരനന്തരം വേഗന പോയി മഹേന്ദ്രത്തിൽ മുകളേറി നാഗാരിയെപ്പോലെ നിന്ന് വിളങ്ങിന. നാഗാരിയാരാ? ഗരുഡൻ. നാഗത്തിൻ്റെ നാഗമാണ്, നാക്കമല്ല, നാഗം സർപ്പത്തിന് ഗരുഡന്. നാഗത്തിൻ്റെ അരിശത്രുവായ ഗരുഡനെ പോലെ വിളങ്ങിനാൻ. യുദ്ധം പറഞ്ഞറിയിച്ചൊരു തത്തയും വ്യക്തമോദത്തോടിരുന്നിതക്കാലമേ അധ്യാത്മരാമായണ ഉമാമഹേശ്വര സംവാദി കിഷ്കിന്ധാകാന്ഡം സമാപ്തം. വെക്കട്ടെ കളിവട്ടം, ഇത്തിരി സമയമായി. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.